നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാലാവകാശ നിയമങ്ങളിലെ പഴുതുകൾ വിദ്യാർത്ഥികൾക്ക് ഗുണമോ ദോഷമോ എന്നുള്ളതാണ്. ഇതിൽ നമ്മളോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഭാരവാഹിയുമായ ശ്രീ കെ നദീർ, ഫുട്ബോൾ അസോസിയേഷൻ്റെ ജില്ലാ ട്രഷററായിട്ടുള്ള ദിനേശ് കമ്മത്ത്, നമ്മുടെ മികച്ച ഒരു അധ്യാപകൻ കൂടിയായ വാഗ്മി കൂടിയായ അഷ്റഫ് സാർ, പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള ഹനീസ് പനക്കൽ. നമുക്കറിയാം, ഏറ്റവും അറിയപ്പെടുന്ന കൊച്ചിയിലെ ഏറ്റവും അറിയപ്പെടുന്ന ക്രിമിനൽ ലോയറാണ്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം അഡ്വക്കേറ്റ് ഹനീസ് പനക്കലിനോട് തന്നെ ചോദിക്കാം. ബാലാവകാശ നിയമങ്ങൾ നേരത്തെ, അതായത് പണ്ടെല്ലാം നമ്മൾ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു ബാലാവകാശ നിയമങ്ങൾ എന്ന് പറയാൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്, മുമ്പ് താങ്കളൊക്കെ പഠിക്കുന്ന കാലത്ത്. പക്ഷെ ഇപ്പോൾ ബാലാവകാശ നിയമങ്ങൾ ഉണ്ടെങ്കിലും അത് വിദ്യാർത്ഥികളെയൊക്കെ ഗുണത്തേക്കാൾ ഏറെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് പൊതുസമൂഹം ഉന്നയിക്കുന്നത്. എന്താണ് അതിനകത്തുള്ള വസ്തുത? ബാലാവകാശ നിയമം വളരെ മുൻപ് തന്നെയുണ്ട്. 1939 തുടങ്ങി തന്നെയുണ്ട്. അതിനുശേഷം 2000 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വന്നപ്പോഴും അത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കുറ്റവാളികൾ എന്നുള്ള നിലയിലോട്ട് വന്നു. അതിനുശേഷം ഡൽഹി നിർഭയ കേസുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ അതിൽ വലിയൊരു മാറ്റം വന്നിട്ടുള്ളത്. 16 വയസ്സ് തുടങ്ങി 18 വയസ്സ് വരെയുള്ള കുട്ടികൾ ഗൗരവ സ്വഭാവമുള്ള കേസുകൾ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ അകത്ത് 7 വർഷമോ അതിൽ കൂടുതൽ ശിക്ഷിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അത് ഗൗരവത്തോടുകൂടി തന്നെ കാണണമെന്നും, അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പെറ്റി ഒഫൻസ് എന്നും ഗൗരവകരമായ കുറ്റകൃത്യങ്ങളും എന്നുള്ള രണ്ടായിട്ട് തിരിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സമീപകാലത്ത് വന്നിട്ടുള്ളത് നിയമം ശക്തമല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അതിന് പകരം നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റം വന്നു, ഇൻഫ്ലുവൻസേഴ്സ് വന്നു, അവർ റീലുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി, മയക്കുമരുന്നിൻ്റെ വ്യാപനം തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഒരു കുറ്റകൃത്യ വാസന സമീപകാലത്ത് കൂടി വരുന്നു. പക്ഷേ നിയമം എന്നും ശക്തം തന്നെയാണ്. നിയമം അന്നുകൊണ്ട് ഇപ്പോഴും കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി തന്നെ നിയമം, കരുതലോടുകൂടി തന്നെ ശിക്ഷ കൂടുതൽ. പിന്നെ 18 വയസ്സ് തുടങ്ങി 21 വയസ്സ് വരെയുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന കുട്ടികൾ അവർ ബോസ്റ്റൺ സ്കൂളിൽ വേണം അവർ ഇടാൻ. സാധാരണ കുറ്റവാളികളോടൊപ്പം ജയിലിലിടാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ അവരെ ബാലാവകാശ നിയമപ്രകാരം തന്നെ അവരെ കുറ്റവാളികളുടെ കൂട്ടത്തിൽ വേണം ഇടാൻ. അത് കഴിഞ്ഞ് 18 വയസ്സ് കഴിയുമ്പോൾ 21 വയസ്സ് വരെ മറ്റൊരു ബോസ്റ്റൺ സ്കൂളിലോട്ടും കൂടി മാറ്റുന്നതുകൊണ്ട് അവർക്ക് തന്നെ അറിയാം അവർ ചെയ്ത എത്ര ഗൗരവ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താലും അവർക്ക് സർവ്വ സ്വാതന്ത്ര്യമായി നടക്കാം എന്നുള്ളത് അവർക്ക് നിയമപരമായി യൂട്യൂബ് വഴിയും മറ്റ് നിയമ സംവിധാനത്തിലൂടെയും അവർക്ക് അറിയാൻ കഴിയുന്നതുകൊണ്ട്, മുൻപ് ഇത്തരം സംവിധാനമില്ലാത്തത് കൊണ്ട് അവർക്കിത് അറിയില്ലാത്തത് കൊണ്ട് അവർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്താലും കുറ്റകൃത്യമല്ല. ഈവൺ അവർ കൊലപാതകം കുറ്റകൃത്യത്തിൽ ഇടപെട്ടാൽ പോലും അവർ ശിക്ഷിക്കാൻ കഴിയില്ല, നിയമം അനുവദിക്കുന്നില്ല. 7 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെയുള്ള കുറ്റവാളികളാണ് കുറച്ചും കൂടിയും അവർക്ക് ഗൗരവ സ്വഭാവത്തിൽ ചിന്തിക്കാവുന്നത്. അവരെയും കുറ്റവാളികളായി കാണാൻ കഴിയില്ല എന്നാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ഇപ്പോൾ വന്നിട്ടുള്ള 1/7/2024 വന്നിട്ടുള്ളത്, BNSലും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വക്കീല് തന്നെ പറഞ്ഞു, മുമ്പ് ഇവർക്ക് ഈ നിയമത്തെക്കുറിച്ച് വലിയ വശമില്ലായിരുന്നു, അതിനെക്കുറിച്ച് അറിയാനുള്ള സംവിധാനമില്ലായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് ഒക്കെ കൂടി കണക്കിലെടുത്ത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അവർക്കറിയാം എന്ത് ചെയ്താൽ എന്ത് ശിക്ഷ ലഭിക്കും എന്നുള്ളത് സംബന്ധിച്ച് അവർക്ക് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടിട്ടാണോ അവർ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ പിന്നെ ലഹരി ഉപയോഗം, അതുപോലെ തന്നെ വിൽപ്പന എന്നീ കൃത്യങ്ങളിലേക്ക് കടക്കുന്നത്? ലഹരി അതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും അവർക്ക് എളുപ്പത്തിൽ ഞാൻ ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിൻ്റെ ശിക്ഷ എന്താണെന്ന്, അത് എന്ത് കുറ്റകൃത്യമാണെന്ന് പോലും അവർക്ക് അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്ന്, സ്മാർട്ട് ഫോണിൽ നിന്ന് അവർക്ക് അറിയാൻ കഴിയും. എല്ലാ ഫോണുകളിലും ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ട്. മറിച്ച് രണ്ടാമത് വരുമ്പോൾ ഈ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അകന്നുപോയി. വീട്ടിലും എല്ലാവരും മൊബൈൽ ഫോണും മറ്റ് മാധ്യമങ്ങളിലും ഇടപെടുന്നതുകൊണ്ട് കുട്ടികളുമായുള്ള ഒരു സമ്പർക്കം, കുട്ടികൾക്ക് വേണ്ടി പണം എത്ര ചെലവഴിക്കുന്നതല്ല, അവരോടൊപ്പം എത്ര സമയം ചെലവഴിക്കുന്നു എന്നുള്ളതിൽ നിന്ന് മാറി
മുൻപ് കുടുംബങ്ങളിൽ കുട്ടികളോടൊപ്പം നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഒരു നേരമെങ്കിലും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം അവരിൽ ഒരാളായി അവരുടെ കാര്യങ്ങളിൽ, അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവർ നമ്മളോട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യും. അവരിലൊരു സ്വഭാവ വ്യതിയാനം വരും. ഇപ്പോൾ അവർ ആ സ്വഭാവ വ്യതിയാനം, പെൺകുട്ടികളാണെങ്കിൽ അവർ എല്ലാ ദിവസവും സ്കൂളിൽ നടക്കുന്നതോ അവരുടെ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ അമ്മമാരുമായി ഷെയർ ചെയ്യുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവരിൽ നിന്ന് ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ എന്ന് ബോധ്യപ്പെട്ടാൽ കുട്ടികളിൽ വരുന്ന മാറ്റം, ആൺകുട്ടികൾ ദേഷ്യം തുടങ്ങുമ്പോൾ, ഒരു മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സംതിങ് റോങ് എന്ന് മനസ്സിലാക്കി അവരെ ഗൗരവകരമായി അറിയിക്കേണ്ട ആളുകളെ അറിയിച്ച്, ബന്ധുമിത്രാദികളെ അറിയിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഇടപെടേണ്ട ആളുകൾ ഇടപെട്ട് അവരെ മോണിറ്റർ ചെയ്ത് പോയാൽ ഒരു പരിധിവരെ നമുക്ക് അതിൽ നിന്ന് സഹായകരമാകും. അഷ്റഫ് സാറേ, ഈ ഇപ്പോൾ ബാലാവകാശ നിയമത്തിന് ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും ഉണ്ടല്ലോ. ഈ ബാലാവകാശ കമ്മീഷനിൽ ഇപ്പോൾ ഒരു അധ്യാപകൻ, മുമ്പ് ഒരു അധ്യാപകന് പിന്നെ വിദ്യാർത്ഥിയെ ശിക്ഷിക്കാം, ശാസിക്കാം ഒക്കെ ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അധ്യാപകൻ എന്നുള്ളത് പേടിയല്ലായിരുന്നു, ഒരു ബഹുമാനമായിരുന്നു. കാരണം പേടിയേക്കാൾ ഉപരി ഒരു ബഹുമാനത്തോടെയായിരുന്നു അധ്യാപകനെ കാണുകയും അവരോടുള്ള ഇടപെടലും അങ്ങനെയായിരുന്നു. ഒരു അധ്യാപകൻ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ തന്നെയായിരുന്നു മുമ്പ് വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമ്മുടെ തലമുറകളുടെ മാറ്റം, മൂല്യശോഷണം എല്ലാ മേഖലയിലും ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പുതിയ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മനുഷ്യന് നന്മയിലേക്കുള്ള വഴിയിൽ ടെക്നോളജികൾ ഏറെ സഹായകമാണ്, അത് പ്രയോജനപ്പെടുത്തുന്നവരുമുണ്ട്. അതോടൊപ്പം നന്മയുടെ വഴികൾ കണ്ടെത്തണമെങ്കിൽ ബോധപൂർവം നമ്മൾ ഒരുപാട് തവണ സെർച്ച് ചെയ്താലേ അത് കിട്ടുകയുള്ളൂ. അതേസമയം നമ്മുടെ പുതിയ ഇൻ്റർനെറ്റ് എഞ്ചിനൊക്കെ നമുക്കൊരിക്കലും ആവശ്യമില്ലാത്ത നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഒരു പ്രധാന വിഷയം. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്നത്തെ മൊത്തത്തിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ മാലാഖമാരെ പോലും പിശാചക്കളെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് നാം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. ചുറ്റുപാടും ഒക്കെ ഉള്ളതൊക്കെ തന്നെ അത്തരം കാഴ്ചകളും കേൾവിയുമാണ്. നമ്മുടെ ഒരു വളരുന്ന കുഞ്ഞിൻ്റെ മനസ്സിൽ എന്താണോ ഇൻപുട്ട് അതാണ് അവനിൽ രൂപപ്പെടുക എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ബാലാവകാശ കമ്മീഷൻ എത്രാം സ്ഥാനത്താണ് ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരിക്കും വയലൻസിനും കാരണമെന്ന് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണെന്ന് പറയുന്നുണ്ട്, വയലൻസ്. അതുപോലെ തന്നെ ഞാൻ സിനിമകളുടെ പേര് പറയുന്നില്ല, ധാരാളം ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് വന്ന കേരളം ജൻസി തലമുറ ഏറ്റെടുത്ത സിനിമകളെന്ന് സൈക്കോളജിസ്റ്റുകളും നമ്മൾ തന്നെ യാഥാർത്ഥ്യമാണ്. ഇതിനിടയിലാണ് തലമുറയെ രൂപപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് കുടുംബത്തിൽ രക്ഷിതാക്കളും മറ്റൊന്ന് വിദ്യാലയത്തിൽ അധ്യാപകരുമാണ്. ഇത് തീർച്ചയായും നമുക്ക് അങ്ങനെയായിരുന്നു പഴയ കാലത്ത്. മക്കൾ ഒരു നല്ല കുടുംബാന്തരീക്ഷമുണ്ടെങ്കിൽ എത്ര ഇതും വളർന്നു വരും. മറ്റൊന്ന് നല്ലൊരു പള്ളിക്കൂടം, നല്ലൊരു അധ്യാപകൻ എന്നതാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാവുന്ന പോലെ ബാലാവകാശ കമ്മീഷൻ അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് 2009 RTE ആക്ട് അനുസരിച്ച് തന്നെ ഒരു അധ്യാപകന് ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നതിന് പോലും ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കാൻ പാടില്ല, പീഡിപ്പിക്കാൻ പാടില്ല എന്നാണെങ്കിലും ഇതെല്ലാം ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ്. കുട്ടികൾ, രക്ഷിതാക്കൾ വരെ അധ്യാപകൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പീഡനമാക്കി മാറ്റുന്ന അവസ്ഥ. അതുപോലെ തന്നെ തങ്ങളുടെ വഴിയിലേക്ക് എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുന്ന രക്ഷിതാക്കളെ പോലും പോക്സോ കേസിൽ അകപ്പെടുത്തുന്ന എനിക്ക് തന്നെ പരിചയമുള്ള കുട്ടികളുടെ ഈ നമ്മുടെ അറിയപ്പെടുന്ന സ്കൂളുകളിലെ അത്തരം തങ്ങളുടെ വഴികളിൽ തടസ്സം സൃഷ്ടിക്കുന്ന പിതാവിനെതിരെ പോക്സോ കേസ് കൊടുത്ത കുട്ടികൾ നമ്മുടെ എറണാകുളം ജില്ലയിലുണ്ട്. ഇത്തരം അവസ്ഥകൾ ഇതുകൊണ്ട് തന്നെ നിസ്സഹായരായി അധ്യാപകരൊക്കെ ഒരു കാര്യവും കണ്ണടച്ചുകൊണ്ട് ചെവി കേൾക്കാതെ കണ്ടാൽ പോലും വഴി നടക്കുന്ന, നമുക്ക് ചെയ്യാവുന്നത് എന്താണോ അത് ചെയ്യുക, അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട, നിസ്സഹായരാണ്. ഇതുപോലത്തുള്ള കേസുകളിൽ തന്നെ ഇടപെട്ട അധ്യാപകരൊക്കെ തന്നെ ബലിയാടുകളും ആയിട്ടുണ്ട്. പിന്നെ അതിൽ നമുക്ക് പരക്കെ ഉണ്ട്. ഞാനൊരു ലഹരിയുടെ വിമുക്തിയുടെ ചാർജ് കൂടിയുള്ള അധ്യാപനം. പലപ്പോഴും ഗവൺമെൻറ് കാശിൽ വെച്ചുകൊണ്ട് 2 ദിവസമൊക്കെ ആയിട്ട് ട്രെയിനിങ്ങുകൾ നടത്തും. അവിടെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ബാലാവകാശ കമ്മീഷൻ്റെ എന്ന് പറഞ്ഞിട്ട് സർക്കുലർ വന്നിട്ടുണ്ട്, ഒരിക്കലും ഒരു കുട്ടിയുടെ ബാഗ് പരിശോധിക്കാൻ പാടില്ല. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യും? രക്ഷിതാവിനും അതുപോലെ തന്നെ വീട്ടിലും പരിശോധിച്ച് കഴിഞ്ഞാൽ ഗാർഹിക പീഡനത്തിന് വരെ. ഇങ്ങനെ നന്മ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും ഇന്ന് നേരെ വിപരീത ദിശയിലാണ് ഈ കുട്ടികൾ ഉപയോഗിച്ചു. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇതാണല്ലോ നമ്മളിപ്പോൾ താമരശ്ശേരിയിലെ കുട്ടികൾ പറഞ്ഞെന്താ, ഗ്യാങ് ചേർന്നുകൊണ്ട് കൊല ചെയ്താൽ ഒരു കുറ്റമില്ല.
അതുപോലെ ഉള്ള ഈ നമ്മൾ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ള ബാലാവകാശ കമ്മീഷനായാലും അധ്യാപകരായാലും ശരി, രക്ഷിതാക്കളായാലും ശരി, ഇനിയിപ്പോൾ ഏറ്റവും അനിവാര്യമാണ്. ഇപ്പോൾ ഹൈക്കോടതി അതിലേക്കൊരു ചെറിയ ചൂണ്ടുവിരൽ കാണിച്ചിട്ടുണ്ട്. എന്താണ്? അധ്യാപകർക്ക് ധാർമ്മികതയ്ക്കും നന്മയ്ക്കും വേണ്ടി ഒരു ചൂരലൊക്കെ എടുക്കാമെന്ന്. അത് കുറച്ചുകൂടി വികസിപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ടീച്ചേഴ്സ്, അധ്യാപക സമൂഹം വളരെ ഭീതിയോടുകൂടിയാണ് ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള പ്രഷറുകൾ, അതിൻ്റെ ഇവിടത്തിൽ ഇത്തരം കാര്യം. അതുകൊണ്ട് ഒരു ടീച്ചേഴ്സ് പ്രൊട്ടക്റ്റ് ആക്ട് വേണം എന്നതാണ് അധ്യാപകരിലുള്ള. പലപ്പോഴും ഇത്തരം ഒരുപാട് പ്രഷർ അവിടെ നിന്ന് വരുന്നു. ഇപ്പം തന്നെ ഈ ലഹരിയുടെ പേരിൽ എത്ര പ്രതിജ്ഞകളാണ്, എത്ര തരത്തിലുള്ള ക്യാമ്പയിനുകളാണ് സ്കൂളിൽ നടക്കുന്നതൊക്കെ നടക്കുന്നത്. പക്ഷെ ഇത് ഫലപ്രദമാക്കണമെങ്കിൽ നമുക്ക് അതെ, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും. പിന്നെ പഴയ നമ്മുടെ സമൂഹത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്നും നമ്മുടെ സമൂഹത്തിൽ മാതൃകയുള്ളവരും ആരെയും ചോദ്യം ചെയ്യാനും നന്മയിലേക്ക് നയിക്കാവുന്ന ഒരു ഇതൊക്കെ സാമൂഹ്യ ചുറ്റുപാടാണ്. ഇന്നിപ്പോൾ ആരും സ്വന്തം മകനോ മകളോ പോലും ഇത്തരം തെറ്റായ വഴിയിലേക്ക് പോകുന്നാൽ കണ്ണടയ്ക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇത്തരം ഇതിനുള്ള നിയമങ്ങളും അതിനുള്ള സാഹചര്യവും ഒത്തൊരുമിച്ച് ഉടലും ഈ ബാലാവകാശമാണെങ്കിലും മറ്റ് അധ്യാപകരും രക്ഷിതാക്കളും മറ്റൊക്കെ തന്നെ. അതുപോലെ ഒരുപാട് സംവിധാനങ്ങളുണ്ടെന്ന്, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുണ്ട്, ജാഗ്രതാ സമിതി ഉണ്ട്, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇഫക്റ്റിൽ ഒരു അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ദിനേശ്, ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, സർക്കാർ ഒരുപാട് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനു വേണ്ടിയുള്ള ബോധവൽക്കരണ പ്രക്രിയകളൊക്കെ നിരവധി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇന്ന് നമ്മുടെ മുമ്പ് ഒരു 40 വയസ്സ് പിന്നിട്ടവരായിരുന്നു ഈ ലഹരി എന്ന് പറയുന്നത്. അന്ന് ലഹരി കഞ്ചാവാണല്ലോ. അപ്പോൾ ഈ മദ്യം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് 40 വയസ്സ് പിന്നിട്ടവരായിരുന്നു പോലീസ് പിടിക്കുന്നതും ഇങ്ങനെയുള്ള ആളുകളായിരുന്നു. ഇന്ന് അതല്ല, ഇന്ന് നേരെ താഴോട്ട് വന്ന് 12ഉം 11ഉം ഒക്കെ വയസ്സ് ഉള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ഹാഷിഷുമായിട്ട് പിടിച്ചു. അപ്പോൾ ഇതൊക്കെ സർക്കാർ നടപ്പാക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഫലവത്താവുന്നില്ല. ശരിക്ക് ആ കുട്ടികൾക്ക് പിന്നെ അവരുടെ കായിക ക്ഷമത അല്ലെങ്കിൽ കായിക വിദ്യാഭ്യാസത്തിന് ഉള്ള പോരായ്മകൾ ഇതിന് കാരണമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? 100% ഞാൻ അംഗീകരിക്കുന്നു ആ കാര്യത്തിൽ. ഒരു 70-80 കാലഘട്ടത്തിൽ സ്കൂൾ ജീവിതം എന്ന് പറയാൻ നേരത്ത് അവൻ്റെ ആ അഭിരുചിക്കനുസരിച്ച് അധ്യാപകന്മാരാണെങ്കിലും അതെ വിദ്യാർത്ഥിയാണെങ്കിലും കളിക്കാൻ കളിസ്ഥലങ്ങളുണ്ടായിരുന്നു. ഇന്ന് കളിസ്ഥലം എവിടെയുണ്ട്? കളിസ്ഥലത്ത് കൊണ്ടുപോയിട്ട് സ്റ്റേജ് കെട്ടുക, കളിസ്ഥലത്ത് കൊണ്ടുപോയിട്ട് PWDയുടെ സ്ലാബ് ഇറക്കുക. ഒന്നാമത്തെ കാര്യം, ഈ ആക്ടിവിറ്റീസ് ഇല്ലാത്തതിൻ്റെ കുറവ് നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് അഭിരുചിക്കനുസൃതമായിട്ടുള്ള വളർച്ച ഇത് വന്നില്ല. കാരണം കളികൾ എന്ത് കളിയാവട്ടെ, ബാഡ്മിൻ്റനാവട്ടെ, ക്രിക്കറ്റാവട്ടെ, ഈ 4 ഗ്രൗണ്ട്, ഞാൻ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫുട്ബോളിനെ പറ്റി ആധുനികമായിട്ട് പറയാൻ പറ്റും. ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ പരേഡ് ഗ്രൗണ്ട്, വെളി ഗ്രൗണ്ട്, അതിനെക്കാട്ടി വലിയ TD ഗ്രൗണ്ട്, സാന്റക്രൂസ് ഗ്രൗണ്ട്, ഈ 4 ഗ്രൗണ്ടിൽ എന്തോരം ടൂർണമെൻറ്റും എന്തോരം കളിയുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കാൻ നേരത്ത് 4 മണിക്ക് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ നേരെ ബാഗും കൊണ്ട് ഗ്രൗണ്ടിലേക്കാണ് പോണത്. ഇന്ന് ഏതെങ്കിലും കുട്ടികൾ പോകുന്നുണ്ടോ? നേരെ വീട്ടിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ അവിടെ പോയിട്ട് കറങ്ങി അടിച്ചിട്ട്. പക്ഷേ അന്ന് കളിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നില്ല. ഇന്ന് അതല്ല, അവസരമുണ്ട്, കളിസ്ഥലമില്ല. ഈ കുട്ടികൾക്ക് ഒന്നാമത്തെ കാര്യം മാഷ് പറഞ്ഞില്ലേ, 4 വയസ്സോ 5 വയസ്സിനിടയ്ക്ക് അവനൊരു ചേഞ്ച് തന്നെ. ആ സമയത്ത് അവനെ പിടിച്ചിട്ട് ഒരു അധ്യാപകൻ അവൻ എന്താണ് ടാലൻ്റ് എന്താണെന്ന് മനസ്സിലാക്കി അവന് കൊടുക്കണ കോച്ചിങ് കൊടുത്താൽ. ഇന്ന് സ്കൂളിൽ ഡ്രിൽ എവിടെയുണ്ട്? എൻ്റെ സ്കൂളിനെ പറ്റി ഇന്ന് സ്കൂളിൽ ഡ്രിൽ എവിടെയുണ്ട്? എൻ്റെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ TDI സ്കൂളിൽ ഇല്ല. ഒരു പീരീഡാണ് അന്ന് ഡ്രില്ലിന് ഉണ്ടായിരുന്നത്, അതിന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ലഹരിയെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ നമ്മൾ അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ പണിയെടുക്കുന്നവരെ പറ്റി പറയുമ്പോഴത്തേക്കും അവരിലും കൂടുതൽ ഇതുണ്ട്. മറച്ചു വെക്കാൻ പറ്റില്ല. ഇന്ന് AI ക്യാമറയൊക്കെ എന്തോരം ടെക്നോളജി നമ്മുടെ വികസിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് അത് നോക്കിയിട്ടെങ്കിലും ഇപ്പം ഇങ്ങനെ ചടചടയെന്ന് പിടിക്കണു. ഇത് ഇവർക്ക് കുറച്ച് നാൾ മുമ്പ്, ഇതൊരു 10-25 കൊല്ലത്തിന് മുമ്പ് ഇത് തുടങ്ങിയിരുന്നെങ്കിലില്ലേ നമ്മുടെ മക്കളൊന്നും വഷളാവൂലായിരുന്നു. പക്ഷെ ഉണ്ട്,
ഇതെന്തന്നെ ഇത് തീരെ ഇല്ലാക്കാനൊന്നും പോണില്ല. അത് നിയമത്തിനെ കൊണ്ടും പറ്റൂല, ഒന്നിനും പറ്റില്ല. പക്ഷെ ഇത് പരിധി വരെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. ഞാൻ ഇത് പറഞ്ഞാണെങ്കിൽ എൻ്റെ ഒരു ഇത് ഓർമ്മ ശരിയാണെങ്കിൽ ഈ ആസാംകാരും ബംഗാളുകാരും അതേമാതിരി ആളുകൾ ഇവിടെ പണിക്ക് വന്നേ പിന്നെ കുറച്ച് കൂടുതലാണ്. അവരെ ഒരിക്കലും ബ്ലെയിം ചെയ്യണില്ല, അവർ വയറിന് വേണ്ടി തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഭയങ്കര നാശമാണ് നമുക്ക് വന്നേക്കണത്. അതൊരു സത്യം തന്നെയാണ്. അതുകൂടാതെ ഈ ഗ്രൗണ്ടും അതൊക്കെ ഒന്ന് ഗവൺമെൻറ് ഈ ഗൗതം ആശുപത്രിൻ്റെ അവിടം വരെ എത്ര ബോർഡുകളുണ്ടെന്നറിയാം മയക്കുമരുന്നിന് ഇത് അതൊന്നും പിള്ളേർക്ക് 2 ബോളും 2 ബൂട്ടും മേടിച്ചു കൊടുത്തത്. ഞാൻ ഫുട്ബോളിനെ പറ്റി പറഞ്ഞതാണ്. അതേമാതിരി ബാഡ്മിൻ്റൺ, അതേമാതിരിയുള്ള ഓരോ കളിയും ഗവൺമെൻറ്റിൻ്റെ ലെവലിൽ ഒരു പീരീഡ് അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പീരീഡ് ഈ ടൂർണമെൻ്റ് എന്തെങ്കിലുമൊക്കെ കാണിച്ച് പിള്ളേരെ അതിലേക്ക് ശ്രദ്ധ തിരിക്കണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പിടിക്കാൻ പറ്റും. അതുകൂടാതെ ഒരു കാര്യം കൂടി പറയാം. ഈ പരേഡ് ഗ്രൗണ്ട് ഞങ്ങളുടെ ഇത് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് നന്നാക്കാൻ വേണ്ടി ചെയ്താണ്. അത് നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ട ഗ്രൗണ്ട്. മറ്റേത് റോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ കയറാത്ത ഗ്രൗണ്ടാണ് പരേഡ് ഗ്രൗണ്ട്. ഞാൻ കളിച്ചൊക്കെ വളർന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ ഗ്രൗണ്ടിൽ നവകേരളയുടെ സ്റ്റേജ് കെട്ടിയേക്കണം. ഓരോ ഫുട്ബോളുകാരൻ്റെ ഹൃദയത്തിലാണ് കുത്തിയേക്കണത്. ആരും ചോദിക്കാനില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒറ്റപ്പെടും. വെടി ഗ്രൗണ്ട് അത് അതിൻ്റെ അവസ്ഥ വേറെയാണ്. ഇപ്പം നടക്കാനും ഫെൻസിങ്ങൊക്കെ കെട്ടിയിട്ട് നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് വേറെ ആൾക്ക് കളിക്കാൻ കൊടുക്കൂല. വേറെ ആരും അവിടെ കളിക്കാം. അത് ഒരു സ്വകാര്യ സ്വത്ത് മാതിരിയാണ് അത് വെച്ചേക്കണത്. പിന്നെ കളിക്കണമെന്നുള്ള TD ഗ്രൗണ്ട് അതാകെ നശിഞ്ഞിരിക്കുകയാണ്. അത് ഉപ്പും മണലും ഒക്കെ കൊണ്ടുപോയിട്ട് നിറച്ച് വെച്ചേക്കണതാണ്. സാന്റക്രൂസ് ഗ്രൗണ്ട് PWക്കാരൻ്റെ സ്ലാബ് നിരത്തി പിന്നെ ഇവിടെ കളിക്കും പിള്ളേര്. ഇതാണ് സ്ഥിതി. ഇതിലൊക്കെ ശ്രദ്ധിച്ച് ഗവൺമെൻറ് മുൻകൈ എടുക്കണമെങ്കിൽ മക്കളെ ഒരു പരിധി വരെ പിടിച്ചു കെട്ടാൻ ലഹരി പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിക്കും ഒരു പരിധി വരെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ നദീറെ, ഈ നമുക്കറിയാം ഇപ്പോൾ ഈ ബഡ്ജറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റ് അവതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ ബഡ്ജറ്റ് അവതരിപ്പിച്ച പല പഞ്ചായത്തുകളിലും ഈ കളിക്കളത്തിന് വേണ്ടി അല്ലെങ്കിൽ കളിയിടങ്ങൾക്ക് വേണ്ടി പ്രത്യേക തുക മാറ്റിവെച്ചിട്ടുണ്ട്. ഈ മാറ്റിവെച്ച സാഹചര്യം എങ്ങനെയുണ്ടായി എന്നുള്ളത് നമുക്കറിയാലോ. അങ്ങനെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഇത്തരം ലഹരി ഉപയോഗങ്ങളുടെ വർധനവ് തന്നെയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്തരം പണം, അതായത് ഇപ്പോൾ ഗവൺമെൻറ് ഈ ബോധവൽക്കരണത്തിനും മറ്റു കാര്യങ്ങൾക്കും ചിലവഴിക്കുന്ന ആ പണം കൂടി ഇത്തരം സംവിധാനങ്ങൾക്ക്, ഇനിയിപ്പോൾ കളിയിടങ്ങൾക്ക് വലിയ മൈതാനം കിട്ടിയില്ലെങ്കിൽ പോലും ടർഫുകളും മറ്റും സൗജന്യ നിരക്കിൽ കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് കൊടുത്താൽ അത് പ്രയോജനപ്പെടില്ലേ ഈ കുട്ടികളുടെ ഭാവിയിലേക്ക്? ഞാനിപ്പോൾ ദിനേശ് കമ്മത്ത് പറഞ്ഞ അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. ഞാനൊക്കെ ഫുട്ബോൾ കളിച്ച് വളർന്ന ഒരു ഗ്രൗണ്ടാണ് TD ഗ്രൗണ്ട്. ഞാൻ എൻ്റെ മുട്ടിന് കംപ്ലൈൻറ്റ് വന്നിട്ടാണ് ബാഡ്മിൻ്റണിലേക്ക് മാറിയത്. നമ്മളെ കുട്ടികൾക്ക് 4ാം ക്ലാസ് മുതൽ ഇൻ്റർനാഷണൽ ലെവലിൽ സ്കൂളുകളിൽ നിന്ന് കായിക പരിശീലനം കൊടുത്താൽ വളരെയേറെ മെച്ചപ്പെട്ട നല്ലൊരു തലമുറ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഒരു വിഷയം അത് സലാമ് പറഞ്ഞത് കളിക്കളങ്ങൾ പല സ്ഥലങ്ങളിലും. ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നോക്കണമെന്നുണ്ടെങ്കിൽ 1998 ശീലാട്ട് പറമ്പിൽ ആദ്യമായിട്ട് ഞാൻ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്തതാണ്, ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ്. അന്ന് കൊച്ചിയിൽ ടൂർണമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് വർദ്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടൂർണമെൻറ്റ് നടക്കുന്നൊരു പ്രദേശമായിട്ട് നമ്മളെ കൊച്ചി നിയോജകമണ്ഡലം മാറി. പിന്നെ അത് കാലക്രമേണ ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇല്ലാതായി. 2-3 ടൂർണമെൻറ്റ് നടത്തുന്നുള്ളൂ. ഞാനിപ്പോൾ 27 വർഷത്തോളമായി, 98 തുടങ്ങി വെച്ച് 2025 വരുമ്പോൾ 63 ടൂർണമെൻറ്റുകൾ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ കൊച്ചിയിൽ സൗകര്യമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ എറണാകുളത്തും കാക്കനാടൊക്കെ വെച്ച് നടത്തുക. കാരണം ഇവിടെ നാട് വിട്ട് കഴിഞ്ഞാൽ, കൊച്ചി വിട്ട് കഴിഞ്ഞാൽ സ്പോർട്സ് അക്കാദമിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ശതമാനം സ്വകാര്യ വ്യക്തികളും
കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയൊക്കെ സ്വകാര്യ വ്യക്തികളൊക്കെ കമ്പനികളും ഒരുപാട് അക്കാദമികളും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുത്തൂറ്റ്, അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ സ്കൂളുകൾ. കോലഞ്ചേരിയിലാണ് ഈ അടുത്ത് നമ്മൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് നടത്തിയത്. AC കോർട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് പിന്നെ കായിക അക്കാദമികളും കോർട്ടുകളും മറ്റുള്ളതൊക്കെ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ 200ഓളം കോർട്ടുകളാണ്, ഷട്ടിൽ കോർട്ടും മാത്രം വന്നിരിക്കുന്നത് പല മേഖലയായിട്ട്. അതിനോടൊപ്പം തന്നെ ടർഫും അതിനോടൊപ്പം തന്നെ വോളിബോൾ കോർട്ടും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്കൂളുകളിൽ, ഒട്ടുമിക്ക ഗവൺമെൻറ് സ്കൂളുകളിലും കായിക അധ്യാപകരില്ല. ഞാൻ താമസിക്കുന്ന 2ാം ഡിവിഷനിൽ തന്നെ ആ സ്കൂളിൽ ഞാൻ ചെന്നിട്ട് പല പ്രാവശ്യം ഒളിമ്പിക് അസോസിയേഷൻ്റെ പരിപാടി വന്നപ്പോഴും അവരതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു, ഇവിടെ കായിക അധ്യാപകരില്ല, നമുക്കൊരു കുട്ടികൾക്ക് പോലും ഇതിനെ പഠിപ്പിച്ചു കൊടുക്കാനും ഇത് പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യമില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭാഗത്തുനിന്ന്, നിങ്ങളെ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒന്ന് പിന്നെ ഇവിടേക്ക് ട്രെയിനിങ് തന്നെയാണെങ്കിൽ ഞങ്ങൾ പിള്ളേരെ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആ ഇതിലേക്ക് മാറിപ്പോയി. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം ഇൻ്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പ്ലേയേഴ്സിനെ ടീം മാനേജറായിട്ട് ഞാനാണ് പോയത്. ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും വന്നിക്കുന്ന പിള്ളേർ മുൻകാലഘട്ടങ്ങളിൽ പിന്നെ ഫൈനലിൽ വരുന്നത് എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, അങ്ങ് 3 ടീമാണ് മിക്ക ഫൈനലുണ്ട്. ഇന്ന് മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് പ്ലേയേഴ്സ് ഉന്നതങ്ങളിലേക്ക് വളർന്നുകൊണ്ട് വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മളെ ഭാഗത്തുനിന്ന്, അതായത് എറണാകുളത്തുനിന്ന് പിന്നെ പിള്ളേർ വളരെ ശോചനീയമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റുള്ളതൊന്നുമല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സ്കൂളുകളിൽ നിന്ന് 4ാം ക്ലാസ് മുതൽ തന്നെ പിള്ളേർക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ നല്ല കായിക പിന്നെ പരിശീലനം കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് നയിച്ചില്ല. അത് പ്രത്യേകിച്ച് ഫുട്ബോള്, ബാഡ്മിൻ്റൺ, പിന്നെ ബാസ്കറ്റ് ബോള്, വോളിബോള്, അതേമാതിരി ടേബിൾ ടെന്നീസ്, ഇതെല്ലാം. കാരണം പറയാൻ എന്താ അറിയോ, അത്ലറ്റിക്കിലായാലും മറ്റുള്ള എല്ലാ ഹോക്കി ആണെങ്കിൽ എന്തിലേക്കാണ് തന്നെ മഴക്കാലം വരുമ്പോൾ പിള്ളേർ നിർത്തികളയും. ഇതെല്ലാം ഇൻഡോറിൽ നടക്കുന്ന ഗെയിമുകളാണ്. ഇൻഡോറിൽ നടക്കുമ്പോൾ ഒരിക്കലും കളി നിന്നു പോകില്ല, അത് കണ്ടിന്യൂ ആയിട്ട് പോകും. നമ്മൾ കൊച്ചിക്ക് ആവശ്യം ഒരു പിന്നെ വലിയൊരു പിന്നെ അക്കാദമി ഇൻഡോർ സ്റ്റേഡിയമാണ് ആവശ്യം, സർക്കാർ സംവിധാനത്തിൽ തന്നെ. വക്കീലേ, ഈ ഇപ്പോൾ നമ്മുടെ ദിനേശ് കമ്മത്ത് പറഞ്ഞു, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ അവരുടെ വരവ് നമ്മുടെ ലഹരി വ്യാപനത്തിന് കാരണമായിട്ട് അതിലൊരു കാരണമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ ഈ മേഖലയിൽ, അതായത് നമുക്കറിയാം കോടതിയാണല്ലോ ഇതെല്ലാം അവസാനം വന്നിരുന്നത് അവിടെയാണല്ലോ, അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് വക്കീൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ നിലവിൽ നമ്മളൊരു 5% വരുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് വരുമ്പോൾ മൊത്തത്തിൽ നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യൻ ഭരണഘടന തുല്യ അവകാശം തരുമ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ദ ടെറിട്ടറി, ഇന്ത്യയിലെ എല്ലാ അതിർത്തികളും സഞ്ചരിക്കാനും എവിടെ താമസിക്കാനുള്ള അധികാരം നമുക്ക് ഭരണഘടന നമുക്ക് അനുവാദം തരുമ്പോൾ, അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ബംഗാളിൽ നിന്നോ ആസാമിൽ നിന്നോ അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നോ ഇവിടെ വന്ന് ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അഭിമാനമാണ്. കാരണം നമ്മുടെ സംസ്ഥാനം അത്ര വളർന്നു എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് അത്രയും തൊഴിൽ സാധ്യതകൾ കൂട്ടുന്നു. ആ തൊഴിൽ സാധ്യതകൾ കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മറവിൽ ഒരു 5% വരുന്ന ആളുകൾ, നമ്മളുടെ ആളുകളാണെങ്കിലും നമ്മളുടെ കുട്ടികളാണെങ്കിലും 5% വരുന്ന ആളുകൾ മാത്രമേ ഈ മയക്കുമരുന്നിലോട്ട് പോകുന്നുള്ളൂ. ഇപ്പോൾ സമീപകാലത്തുണ്ടായ ചർച്ചകളിൽ പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ, TV ഓണാക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ കുട്ടികൾ എല്ലാവരും എന്തോ വലിയ കുഴപ്പത്തിൽ ചാടി. ഇല്ല, ഒരിക്കലുമില്ല. എന്നാൽ നല്ല രീതിയിൽ പോകുന്ന കുട്ടികളുമുണ്ട്. മലയാളികളായിട്ടുള്ള കുട്ടികൾ വലിയ വിദ്യാസമ്പന്നരാണ്. ടെക്നോളജിയിൽ അവർ ലോകത്തിൻ്റെ ഏത് കോണിലെടുത്താലും മലയാളികളില്ലാത്ത യാതൊരു മേഖലകളുമില്ല. പക്ഷെ ഒരു വിരലിലുണ്ടാവുന്ന ശതമാനം ഒരു ചെറു ന്യൂനപക്ഷത്തിനെ മാത്രം കേന്ദ്രീകരിച്ച് വരുമ്പോൾ അവർ ബാല്യകാലങ്ങളിൽ അവരുടെ കുടുംബപരമായ പശ്ചാത്തലത്തിൽ നിന്നും സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നും വഴിതെറ്റിപ്പോയി ചിലപ്പോൾ ഒരു പക്ഷേ അവർ മയക്കുമരുന്നിൽ പെട്ടിട്ടുണ്ടാവാം, വ്യാപനത്തിൽ പെട്ടിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ആ സാഹചര്യം, അത് ചിലപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ, ദിനേശ് കമ്മത്ത് സാർ പറഞ്ഞതുപോലെ അങ്ങനെ ചിലപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടാവാം, ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ടാവാം. പക്ഷെ അതിൽ നമുക്ക് നമ്മുടെ സംവിധാനത്തെയാണ് കുഴപ്പം പറയുന്നത്. നമ്മൾ അതിന് ശക്തമായ ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്കൊരു 3.5 കോടി ജനങ്ങൾ അധിവസിക്കുന്ന സംസ്ഥാനത്ത് 54,000 പോലീസ് സംവിധാനമാണ് നമുക്കുള്ളത്.
54,000 പോലീസിനെ വെച്ച് ഇത് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ചോദിച്ചു, ഇപ്പോൾ സമീപകാലത്ത് വളരെ കൃത്യമാണ്, ഇപ്പോൾ വളരെ അലർട്ടാണ്. കാര്യം ഈ രീതിയിൽ പോയാൽ നമ്മുടെ രാജ്യം വളരെ ദുരന്തത്തിലോട്ട് പോകും എന്നുള്ളത്. കാര്യം കുടുംബത്തിൽ പോലും മാതാപിതാക്കൾക്ക് പോലും ഇന്ന് മക്കളെ ഭയമായി തുടങ്ങിയ സാഹചര്യം, വാർത്താ മാധ്യമങ്ങൾ. അത് നമ്മൾ മൊത്തത്തിൽ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം നിയമങ്ങൾ പറയുന്നത് മദ്യം വാങ്ങിക്കാവുന്ന പ്രായം അബ്കാരി ആക്ട് പറയുന്നത് 23 വയസ്സ് മുതലാണ്. 23 വയസ്സിൽ താഴെ മദ്യം വാങ്ങാനുള്ള അനുവാദമില്ല. 18 വയസ്സിൽ താഴെ ടുബാക്കോ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അനുവാദമില്ല. 14 വയസ്സിൽ താഴെ ജോലിക്ക് ബാലവേലക്ക് ആളെ എടുക്കാൻ പാടില്ല. ഹസാർഡസ് ജോലി, എക്സ്പ്ലോസീവ് നിയമപ്രകാരമുള്ള വല്ല ക്വാറിയിലൊന്നും കുട്ടികളെ ജോലി എടുപ്പിക്കാൻ പാടില്ല. 14 വയസ്സിന് മുകളിൽ മാത്രമാണ് നമുക്ക് ഹോട്ടലിൽ പോലെ. അപ്പോൾ വ്യത്യസ്ത നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. പ്രായം വെച്ച് വ്യത്യസ്ത നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ നിയമങ്ങൾ എന്തുകൊണ്ടും ശക്തമായി തന്നെ പോകുന്നു. അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റിയ ശക്തമായ സംവിധാനം ഇല്ല എന്നുള്ള ഒരു പോരായ്മ, അത് നമ്മുടെ സർക്കാർ ഭരണകേന്ദ്രത്തിൽ വരുന്ന സംവിധാനമാണ്, നമ്മളെ ബാധിക്കുന്നതല്ല. പക്ഷെ നമ്മളുടെ ജനസംഖ്യ അനുപാതത്തിൽ ഇപ്പോൾ മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളും കൂടി വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് പോയിട്ടുണ്ടാവാം. അതായിരിക്കും ദിനേശ് കമ്മത്ത് സാറ് പറഞ്ഞത്. സാറേ, പിന്നെ നമ്മുടെ സ്കൂളിൽ കായിക അധ്യാപകർ ഉള്ള ഒരു സ്കൂളുകൾ വളരെ അപൂർവം. ഇനി ഇപ്പോൾ അവർ റിട്ടയർഡായി പിന്നെ വെക്കയില്ല. അങ്ങനെയാണ് ഈ സംവിധാനം പോകുന്നത്. നമ്മുടെ ഗവൺമെൻറ് കായിക അധ്യാപനത്തിന് കൂടുതൽ മുൻതൂക്കം നൽകി അത്തരം അധ്യാപകരെ നിയമിച്ചാൽ തന്നെ കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്ക് അത് ഗുണകരമാവില്ലേ? തീർച്ചയായും ഇന്ന് കായിക അധ്യാപകരുള്ളത് ഏതാനും ചില എയ്ഡഡ് സ്കൂളുകളും പിന്നെ വലിയ ഗവൺമെൻറ് സ്കൂളുകളിലും ഉള്ളത്. ഇപ്പോൾ അതിന് കുട്ടികളുടെ എണ്ണം ഒരു മാനദണ്ഡമായി ഗവൺമെൻറ് കാണുന്നുണ്ട്. അത് മാറ്റിക്കൊണ്ട് ഈ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് സമ്മർദ്ദങ്ങളാണ്. അതിന് ഒരു റിലാക്സേഷൻ തീർച്ചയായും ഇത്തരം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് PT പീരീഡ് ഇന്ന് അതുപോലും എടുത്തു തീരാത്ത ആളുകൾ വന്ന് എടുക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ബൈഹാർട്ട് പഠിക്കലും നിയമങ്ങൾ പഠിക്കൽ മാത്രമല്ല, മനുഷ്യൻ്റെ എല്ലാ ശേഷികളും വളർത്തലാണല്ലോ. അപ്പോൾ അതിന് ഇത്തരം സംവിധാനങ്ങൾ കൂടുതൽ ഒരുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായം. അതോടൊപ്പം ഇന്നത്തെ ഈ വിഷയങ്ങളിൽ ഇതിലൊക്കെ പെട്ടുപോകുന്നതിൽ നമ്മളെല്ലാവരും കൂടുതൽ ജാഗരൂകരാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം പ്രശ്നങ്ങളിൽ രക്ഷിതാക്കളെ ബന്ധപ്പെടുമ്പോൾ അവർ സ്വന്തം മക്കളെക്കുറിച്ച് അമിത വിശ്വാസത്തിലാണ്. വല്ലാതെ അവസാന നിമിഷത്തിലാണ് അവർക്ക് ബോധ്യപ്പെടുന്നത്, എല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് വളരെ നേരത്തെ വക്കീൽ പറഞ്ഞതുപോലെ ഇന്ന് എല്ലായിടത്തും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായിരിക്കും നമ്മുടെ പുതിയ ടെക്നോളജി കൊണ്ട്. ഒരു കുട്ടിയോട് ഒരു കവിത എഴുതാൻ വേണ്ടി ഒരു സന്ദർഭത്തിൽ പറഞ്ഞപ്പോൾ ഒരു കുട്ടി എഴുതിയ കവിതയാ മിണ്ടണില്ല എന്നാണ്. ആ കുട്ടിയുടെ കവിത എങ്ങനെയാണ്? അച്ഛനുണ്ട് വീട്ടിൽ മിണ്ടണില്ല ഒന്നും, അമ്മയുണ്ട് വീട്ടിൽ മിണ്ടണില്ല ഒന്നും, ചേട്ടനുണ്ട് വീട്ടിൽ മിണ്ടണില്ല ഒന്നും, ചേച്ചിയുണ്ട് വീട്ടിൽ മിണ്ടണില്ല ഒന്നും, ഞാനുണ്ട് വീട്ടിൽ മിണ്ടണില്ല ഒന്നും. പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല, പരസ്പരം ചേഞ്ചസ് അറിയുന്നില്ല. മറിച്ച് മക്കൾ, കൗമാരക്കാരെ അധ്യാപകരും രക്ഷിതാക്കളും നിരന്തരം നിരീക്ഷിച്ചാൽ മനസ്സിലാകും. അവൻ്റെ ഒരു ചലനം, അനക്കം അറിയാൻ പറ്റും. അതുകൊണ്ട് നിരന്തരമായ നിരീക്ഷണം, സംശയദൃഷ്ടിയോടുകൂടി അല്ലെങ്കിലും നല്ല കണ്ണോടുകൂടി മക്കളുടെ മേൽ ഒരു നിരീക്ഷണം രക്ഷിതാക്കൾക്കുണ്ടാകണം, അധ്യാപകർക്കുണ്ടാകും. അത് പരസ്പരം ആദ്യത്തെ സമയത്ത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ, അപ്പോൾ പലപ്പോഴും നമുക്ക് തന്നെയാണ് എൻ്റെ മകനോ എന്ന അമിതമായ വിശ്വാസം. അങ്ങനെ നമ്മളീ പറഞ്ഞ പോലെ കുടുംബ സാഹചര്യമൊന്നുമല്ല, വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുടുംബത്തിലെ വരെ ഇവൺ പോലീസ് മേഖലയിലുള്ള ആളുകളുടെ വരെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഇത് വേണം. അതിന് പരസ്പരം നല്ല കമ്മ്യൂണിക്കേഷൻ, കുടുംബ അന്തരീക്ഷം പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിച്ച് എത്ര തിരക്കാണെങ്കിലും ഒന്നിച്ചിരിക്കുകയും ഷെയർ ചെയ്യുകയും പരസ്പരം ഉള്ള കുടുംബ അന്തരീക്ഷം ഇത് ചെയ്യണം. അതുപോലെ തന്നെ സ്കൂളുകളിലും വെറും പഠനവും ഹോംവർക്കിനപ്പുറം കുട്ടികൾക്ക്, നമുക്ക് നേരത്തെ സാഹിത്യ സമാജങ്ങളുണ്ടായിരുന്നു, ഈ കളി, അത് ഇങ്ങനെ കുട്ടികൾക്ക് പരസ്പരം ഇതിനപ്പുറത്തൊന്ന് ഫീൽ ഒന്ന് പങ്കുവെക്കാനും ഇതിനൊക്കെ പറ്റുന്ന അത്തരം ഇടങ്ങൾ സ്കൂളുകളിലും വീടുകളിലും, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പൊതു ഇടങ്ങളില്ല, അത് കളിക്കളം മാത്രമല്ല, ലൈബ്രറി ഇല്ല, അങ്ങനെ ആരും. അതിനൊക്കെ ഇന്നത്തെ ഈ ഗെയിമുകളും, ഇന്നത്തെ സിനിമ ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഗെയിമാണ് കുട്ടികൾ ഇത്തരം ഈ ടെക്നോളജിയിൽ. അപ്പോൾ ഇത്തരമൊക്കെ നിയമങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ 18 വയസ്സിന് പഠിക്കാൻ 13 വയസ്സും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം ഏതൊരു മനുഷ്യൻ്റെയും, നമ്മുടെ വാർത്താ ചാനലുകൾ ഈ ക്രൂരത അത് ഇങ്ങനെ നിരന്തരം 24 മണിക്കൂർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് മനുഷ്യൻ്റെയും ഒരു ഇതിനോടുള്ള മനോഭാവത്തെ മാറ്റും. അതുകൊണ്ട് ഒരുപക്ഷെ അത്തരം ഈ ചർച്ചകളെ പോലും
നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ്. എത്രയാണ് മണിക്കൂറുകളാണ് ഇത്തരം ഇങ്ങനത്തെ ഇതിനൊക്കെ വരുന്നത്. അതുകൊണ്ട് ആ എല്ലാ മേഖലയിലും ഇത് വേണം. നല്ല ബന്ധങ്ങൾ, നല്ല ഊഷ്മളമായ അന്തരീക്ഷം വീടുകളിലും കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ തലമുറയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ഒരു വഴി എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞില്ലേ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കടന്നുകയറ്റം, അതായത് കോവിഡിന് ശേഷമാണ് നമ്മുടെ മൊബൈൽ ഫോൺ, അതായത് ഡിഡാഡ് എന്നുള്ളൊരു പദ്ധതി തന്നെ പോലീസ് നടപ്പാക്കി. ഡിഡാഡ് കാരണം ഈ ഡിജിറ്റൽ അഡിക്ഷനായിട്ടുള്ള കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഡിഡാഡ് എന്ന് പറഞ്ഞൊരു പദ്ധതി. അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ തന്നെ ഒരു കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയിട്ടില്ലേ. മറ്റൊന്ന്, ഈ നമ്മൾ ഇപ്പോൾ നിരവധി ടർഫുകൾ, നിരവധി പിന്നെ കോർട്ടുകൾ ഇതെല്ലാം വരുന്നുണ്ടെങ്കിലും ഇതെല്ലാം സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അപ്രാപ്യമാവുന്ന രീതിയിലുള്ള ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. ശരിക്കും സർക്കാർ മേഖലയിൽ തന്നെ അതിനുള്ളൊരു സംവിധാനം ഒരുക്കേണ്ടതല്ലേ? ടർഫ് എന്ന് പറഞ്ഞില്ലേ, അതൊരിക്കലും ഫുട്ബോൾ കളിക്ക് പറ്റിയതല്ല. കാശുണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ ചെയ്ത പണിയാണ്. കാശിന് വേണ്ടി മാത്രം. ശരിക്ക് ഓടിക്കളിക്കണ ഈ ഉപ്പുറ്റി ഗ്രൗണ്ടായിട്ട് ആ മണ്ണിൽ ഇതാകണം. അല്ലെങ്കിൽ ഈ ഡിസ്ക് പോവും. 40 വയസ്സ് കഴിഞ്ഞാൽ ഡിസ്ക് പോവും. അവന് കളിക്കാൻ പറ്റില്ല, അവന് നടക്കാൻ പറ്റില്ല, അവൻ കിടന്ന കിടപ്പായി പോവും. അതറിയുന്നവർ ടർഫിൽ കളിക്കാനേ പാടില്ല. ഫുട്ബോൾ പ്ലെയർ ടർഫിൽ കളിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇൻഡോർ കളിയെ പറ്റി അത് കറക്റ്റാണ്. അത് ഈ ബാഡ്മിൻ്റൺ ഇതെല്ലാം ഇൻഡോർ കളിയാണ്. ഫുട്ബോൾ മാത്രം ഒരിക്കലും പറ്റില്ല. 1973 ഞങ്ങൾ സന്തോഷ് ട്രോഫി ലാസ്റ്റായിട്ട് വിൻ ചെയ്യണത്. അന്ന് ഇവിടെ നിന്ന് ആരൊക്കെ ഉണ്ടായിരുന്നെന്നറിയാമോ? 6 പ്ലെയേഴ്സായിരുന്നു. ജാഫർ, വില്ലി, സേവിയർ പയസ്, എം.ആർ. ജോസഫ് എൻ്റെ ക്ലബിൻ്റെ കളിക്കാരനാണ്. പിന്നെ വേറെ 2 പേരുണ്ടായി. അങ്ങനെ 6 പേർ. ഇന്നൊന്ന് ശ്രദ്ധിച്ചേ, ഇന്ന് ഏതെങ്കിലും ഒരു ഇൻ്റർ ഡിസ്ട്രിക്റ്റിനോ ഏതെങ്കിലും ഒരു ഇതിനോ കൊച്ചിക്കാരെന്നുള്ളത് കാണാം. ഞാൻ പേപ്പർ കൊച്ചിക്കാരെങ്കിലും ഉണ്ടാവും, ഒരാളുമില്ല. ഒരു 20 കൊല്ലത്തിന് ശേഷം ഇപ്പുറം ഒരാളും ഇല്ല. കാരണം കളിയുടെ അതെല്ലാം ഉൾപ്രദേശ്, MA കോളേജ് കോതമ, അവിടെ സ്ഥലങ്ങളുണ്ട്, അവിടെ കളിക്കളങ്ങളുണ്ട്. അതിശയം തോന്നുന്നു. MA കോളേജ് ഏത് സമയം നോക്കിയാലും MA കോളേജിലാണ് എന്ന് വെച്ചാൽ അവർക്ക് അത്രയും അവർ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കളിക്കാരെ. ഇവിടെ ആണെങ്കിൽ ബിൽഡിങ് വെച്ചിട്ട് നശിപ്പിച്ചെടുക്കണതാണ്. ഇവിടെ സെൻറ്റിന് 20 ലക്ഷം, അവിടെയൊക്കെ 50,000 ഇതൊക്കെ. അതുകൊണ്ട് പുറത്താണ് ഫുട്ബോളൊക്കെ വളരണത്. നദീം പറഞ്ഞ് ശരിയാണ്. ഈ എറണാകുളത്തും കോട്ടയം ട്രിവാൻഡ്രവും ഇല്ലാത്തതിൻ്റെ ഇത് അതാണ്. അതുകൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്. കൂട്ടുകുടുംബത്തെ പറ്റി ആരും പറഞ്ഞിട്ടില്ല. കൂട്ടുകുടുംബം നമ്മുടെ ഏറ്റവും വലിയ ശാപം. കൂട്ടുകുടുംബം ഇല്ലായ്മ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ ഞാൻ ശ്രദ്ധിച്ച്, മാഷും അങ്ങേരും വക്കീൽ സാറും പറഞ്ഞപ്പോൾ കൂട്ടുകുടുംബം, അച്ഛൻ, അപ്പൂപ്പൻ ആയുസ് ഉണ്ടായിരുന്നെന്നു. ഏത് മനുഷ്യന് ആയുസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതുണ്ടായിരുന്നു. അത് ആ കച്ചേരപ്പുറത്തിരുന്ന് പിള്ളേരെ കളിപ്പിച്ച്. അങ്ങനെ ഒരു കാലഘട്ടം തിരിച്ചു വന്നു കഴിഞ്ഞാൽ വരുമോ എന്ന് എനിക്ക് തോന്നണില്ല. വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഇന്ന് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് കഴിയുമ്പോൾ ഗ്യാസ് കുറ്റിക്കാണ് അപ്ലൈ ചെയ്യണത് മാറി താമസിക്കാൻ വേണ്ടി. ഇങ്ങനെ പോയി ഞങ്ങളെ പോക്ക്. അതുകൂടാതെ ഒറ്റക്ക് താമസിക്കണം. സെൽഫിഷാണ് ആളുകൾ. മറ്റ് അച്ഛനോടും ഇല്ല, അമ്മയോടും ഇല്ല സ്നേഹം, ഉള്ള കാര്യം ഒന്നിനുമില്ല. അവർക്ക് അവരുടെ മക്കള്, ഭാര്യ, ഇത് ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ, അച്ഛൻ്റെ പാടിന് ഓരോന്ന് പോകുമ്പോൾ അമ്മയുടെ മക്കളെ നോക്കാൻ ആളില്ലാണ്ടായിപ്പോയി. അങ്ങനെയാണ് ഒരു പരിധി വരെ ഇത് പോയത്. പക്ഷെ ഒരു കൂട്ടുകുടുംബം ആണെന്നുണ്ടെങ്കിൽ, ഞാനും അങ്ങനെ തന്നെയാണ്. എന്നാലും കൂട്ടുകുടുംബം അല്ല, എന്നാലും ഒരു പരിധി വരെ എൻ്റെ അനിയനോട് എങ്ങനെയാണ് സംസാരിച്ചിട്ട് അവർ സ്നേഹം അന്വേഷിക്കണ ഒരു ഇതുണ്ട്. അതിപ്പോൾ ഒരു 10-30 കൊല്ലമായിട്ട് കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനമില്ല, അത് പോയി. അതുകൂടാതെ ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആക്കി, ഏത് ഗവൺമെൻറ് ആകട്ടെ, മാറി വരുന്ന ഗവൺമെൻറ് അധ്യാപക നിയമത്തിലൊന്നും കൈകടത്തരുത്. അവർ സ്കൂളിന് സ്പോർട്സ് ഉണ്ടെങ്കിൽ സ്പോർട്സിന് കൊടുക്കണം. അത് എന്തെങ്കിലും ആണെങ്കിലും വേറെ ഒന്നുമല്ല. സ്പോർട്സിന് ഇപ്പം ടീച്ചർ റിട്ടയർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ അടുത്ത ടീച്ചറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊണ്ട് തന്നെയാണ് ഇവിടെ. ശരിയല്ലേ സാറേ? വേറെ ഞാൻ PTA പ്രസിഡൻ്റ് ആയിരുന്നു സ്കൂളിൽ. അന്ന് 1823 വിദ്യാർത്ഥികളാണ് ആ സ്കൂളിൽ
അന്ന് A+ഉം 19 A+ഉം മേടിച്ച് 98% വിജയിച്ച്. ഇന്ന് കുട്ടികളുടെ എണ്ണം 2002-ലാണത്. ഇന്ന് കുട്ടികളുടെ എണ്ണം നോക്കുക 823 പിള്ളേരുള്ളൂ. എന്തുകൊണ്ട് ഈ പിള്ളേര് കുറവ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കാശില്ലെങ്കിലും ഹയർ സ്റ്റഡിക്ക് ചോയ്സ്, അതേമാതിരി സ്കൂൾ, അവിടെ സ്പോർട്സ് ഉണ്ട്, അവിടെ അതേമാതിരി വളർത്തുന്നുണ്ട് പിള്ളേരെ. അതുകൊണ്ട് ലഹരിക്ക് പോണില്ല എന്നല്ല, അവിടെയുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരിധി വരെ പിടിക്കണം. അതാണ് ഇന്നെങ്ങനെ ഗവൺമെൻറ് ചടയണേ? ഗവൺമെൻറ് അതാത് കാലഘട്ടത്തിൽ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല, ഒരു പരിധി വരെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും സൂക്ഷിക്കണം, അത് സത്യമാണ്. അല്ലാതെ വേറെ ഈ ലഹരിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് പെട്ടെന്ന് ഇപ്പം എങ്ങനെ പിടിക്കുന്നു സലീം ഭായി? ഇപ്പം എങ്ങനെ പിടിക്കുന്നു? ഇപ്പം ഡെയിലി കേൾക്കാമല്ലേ 3-4 കേസുകൾ. ഇത് ആദ്യം ആയിക്കൂടെ? അതെ, ഈ ഇത്തരം ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ അസോസിയേഷൻ, ഇപ്പോൾ ഒളിമ്പിക്സ് അസോസിയേഷന് ഒരു ഇടപെടലുകളൊന്നും നടത്താൻ കഴിയില്ലേ? അല്ല, നമ്മൾ ഒരുപാട് മേഖലകളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ മാസം കഴിഞ്ഞാൽ അടുത്ത മാസം 2-ാം തീയതി മുതൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സമ്മർ കോച്ചിങ് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നു. ഇവിടെ ഏറ്റവും നല്ല ക്യാമ്പ് നടക്കുന്നത് YMCA-യിലാണ്. ഞാൻ YMCA-യിൽ കഴിഞ്ഞ 28 വർഷമായിട്ട് കളിക്കുന്നൊരു വ്യക്തിയാണ്. ഇവർ 2-ാം തീയതി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ദിവസത്തെ ക്യാമ്പാണ്. ചുരുക്കം പറഞ്ഞാൽ കുറേ കുട്ടികളെ ഒരുമിച്ച് കാണുന്ന ഒരു നിമിഷമാണത്. കാരണം 7 വയസ്സ് മുതൽ 17 വയസ്സ് വരെയാണ് അവിടെ അവർ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ റേറ്റിൽ എല്ലാ കായിക പരിശീലനവും അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ പൂർണ്ണമായിട്ട് സപ്പോർട്ടിന് ഒരുപാട് പിള്ളേരെ ക്യാൻവസ് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഒളിമ്പിക് അസോസിയേഷൻ മിക്ക സ്കൂളുകളിലും പല കാര്യത്തിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിള്ളേരെ നമ്മൾ കായികപരമായിട്ട് കൊണ്ടുവരുന്നതിനും കളിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കണ്ണൂർ പോയി കഴിഞ്ഞപ്പോൾ, നമ്മൾ ടൂർണമെൻറ്റ് പോയി കഴിഞ്ഞപ്പോൾ 14 ജില്ലയിൽ നിന്ന് 15 പേര് വെച്ചിട്ട് 250ഓളം പേരാണ് ഒരുമിച്ച് വന്നിട്ട്, അതൊരു സൗഹൃദമാണത്. അവിടെ എല്ലാവരും കളിനെപ്പറ്റി മറ്റുള്ള തമാശകളും അവരെ പേരൻസ് എല്ലാം കൂടി വന്നിട്ട് നമ്മൾ നല്ലൊരു സൗഹൃദമായൊരു അന്തരീക്ഷമാണ്. അങ്ങനെ ടൂർണമെൻറ്റുകളിലും അതേപോലെ തന്നെ ഇങ്ങനെ സമ്മർ ക്യാമ്പിലും അതേപോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈ ലഹരിനെയൊക്കെ തടഞ്ഞു നിർത്താൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 4-ാം ക്ലാസ് മുതൽ പിള്ളേരെ കായികപരമായിട്ട് രംഗത്ത് കറങ്ങണം. അതിന് നമ്മൾ അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല ക്യാമ്പിലേക്കും നമ്മൾ പല സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ക്യാമ്പ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ഇവിടെയുള്ള കോർട്ടുകൾ സിംഗിൾ കോർട്ടാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 4 കോർട്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും പിള്ളേർ വരുമ്പോൾ അത്രയും സൗഹൃദമായിരുന്നു. മനസ്സിലാണ്ട? ഇപ്പം ഇവിടെ YMCA സമ്മർ ക്യാമ്പുള്ളൂ, ബാക്കി എല്ലായിടത്തും ബാഡ്മിൻ്റൺ മാത്രമേ നടക്കാറുള്ളൂ. പിന്നെ ഫുട്ബോൾ ക്യാമ്പ് വെളിയിലേൻസ് നടത്താറുണ്ട്, പലയിടക്കാണ്ട് രൂപസംഘങ്ങളൊക്കെ നടത്താറുണ്ട്. മനസ്സിലാണ്ട? അസോസിയേഷൻ അതിനോട് സഹായിക്കുന്ന വിധത്തിൽ എല്ലാവിധ സഹായങ്ങളും ഈ സമ്മർ ക്യാമ്പ് വരുമ്പോൾ, ഇപ്പോൾ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വലിയ ക്യാമ്പാണ് നടക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 23 കോർട്ട്, ഷട്ടിൽ കോർട്ടുണ്ട്. ഇന്ത്യയിൽ 23 കോർട്ടുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. നമുക്കിവിടെ ഒരു 4 കോർട്ടുള്ള സ്റ്റേഡിയം കിട്ടിയാൽ മതി. സ്ഥലങ്ങളുണ്ട് ഇവിടെ, അത് ഉപയോഗപ്പെടുത്തിയാൽ മതി നമ്മൾ. ഒരു കാര്യം ഞാൻ പറയാം, നദീർ പറഞ്ഞുകൊണ്ട് പറയണേ, അസോസിയേഷൻ ഒന്നും ചെയ്യുന്നില്ല ഇതിനു വേണ്ടി കേട്ടോ. ഫുട്ബോൾ അസോസിയേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അസോസിയേഷൻ്റെ ആളാണ്. അല്ല, നിങ്ങളുടെ അസോസിയേഷൻ ചെയ്യുന്നുണ്ടോന്നില്ല. ഒരു ബോൾ മേടിച്ചു കൊടുക്കൂല, അങ്ങനത്തെ അസോസിയേഷൻ. പക്ഷെ അസോസിയേഷന് വേണ്ടിയിട്ട് എന്തിനാണ് നിലകൊള്ളുന്നത് കഴിഞ്ഞാൽ അല്ലാതെ പറ്റൂല, വേറെ മാർഗമില്ല. അസോസിയേഷൻ ഒന്നും തന്നില്ല. ഇപ്പൊ സമ്മർ ക്യാമ്പ് തന്നെ ഉണ്ട്, ഒരു പൈസ തരില്ല, കയ്യിൽ നിന്ന് കാശിട്ടിട്ട് വേണം. ഞാൻ 10-28 കൊല്ലമായിട്ട് ഒരു ക്ലബ്ബ് നടത്തുന്ന ആളാണ്. എനിക്കറിയാം ക്ലബ്ബ് നടത്തണം എന്താണെന്നുള്ളത്. ഒരു 10-100 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് വിടേണ്ട കാശായിട്ടുണ്ട് എനിക്ക് ക്ലബ്ബ് നടത്തിയിട്ട്. ഒരു പൈസ തരില്ല. ഒരാളോട് ചോദിക്കാൻ പറ്റുമോ? കളിച്ചു പോയവരാണെങ്കിൽ ഒരു ബൂട്ട് മേടിച്ച് ഒരു ജേഴ്സി മേടിച്ച് തരില്ല. ചോദിക്കാൻ സുഖമില്ല. ആ ക്ലബ്ബ് കൊണ്ടാണ് ജോലി കിട്ടിയത്. സെൻട്രൽ എക്സൈസിലും കസ്റ്റംസിലും എല്ലാം ആ ക്ലബ്ബ് കൊണ്ടാണ് ജോലി കിട്ടിയത്. 3-4 10 ലക്ഷം ജോലിക്ക് വേണ്ടി കൊടുക്കും. ഈ ക്ലബിന് വേണ്ടി ജോലി കിട്ടി ഒരു ബൂട്ട് മേടിച്ച് തൻ്റെ ഒരു ശിഷ്യനാണ് മേടിച്ചു കൊടുക്കണേ എന്നുള്ളത് പോലും പറയുന്നില്ല, ഒരാളും തന്നില്ല. ഞങ്ങളിപ്പോൾ അസോസിയേഷൻ ഉണ്ടല്ലോ, ഇപ്പം നമ്മളിപ്പോൾ ടൂർണമെൻറ്റിന് പോകുമ്പോൾ ഇന്റർ ഡിസ്ട്രിക്ട് ആയാലും ശരി, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ആകാൻ പോകുമ്പോൾ ശരിയാണ്, ടീമിനെ കംപ്ലീറ്റ് ഇവിടുന്ന് പോകുന്ന ട്രെയിൻ കാശ് മുതൽ, ഞാൻ ടീം മാനേജറായിട്ട് പോകുന്നു, ഇവിടുന്ന് എനിക്ക് വരെ
ട്രെയിൻ ടിക്കറ്റ് മുതൽ അവിടെ ചെന്ന് താമസിക്കാനുള്ള സൗകര്യം എല്ലാം അങ്ങനെ വരും. അതുകൂടാതെ ക്യാമ്പിലേക്ക് ഓരോ ക്യാമ്പിലേക്കും പിന്നെ അസോസിയേഷൻ അത് ക്യാമ്പ് എന്താണ്, പോക്ക് എന്താണെന്നുള്ളത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. പരിശീലനത്തിന് ഒന്നും ചെയ്യുന്നില്ല. ഇത് കളിച്ചു വളർന്നാലല്ലേ ഈ ക്യാമ്പിലേക്ക് വരുള്ളൂ. കൊടുക്കുന്നുണ്ട് പരിശീലനത്തിനുള്ള ആവശ്യത്തിനുള്ള പിന്നെ ക്യാമ്പ്, പിന്നെ ടൂർണമെന്റ് സംബന്ധമായിട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറയാം. IPL ഫുട്ബോൾ വന്ന എറണാകുളത്ത് ഏതെങ്കിലും ഒരു കളിക്കാരന് പ്രയോജനം ഉണ്ടോ? 6 കളിക്കാർ വിദേശത്താണ്, ബാക്കി 5 പേരാണ് നമ്മുടെ. ഒരു പാസ് തരില്ലല്ലോ അവര് കളിക്കാരൻ. നിങ്ങൾ 30 പേരുണ്ടല്ലോ രജിസ്റ്റർ ചെയ്ത്, 30 പേര് ചെന്ന് കളി കാണ്, നിങ്ങൾ ആ വഴി തിരിഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു ഒരു പാസ് തരും. ഇതൊക്കെ ചോദിക്കാൻ ആരുണ്ട് ചോദിക്കാൻ? അസോസിയേഷൻ ഒരു ആഡംബര വസ്തു, നോക്കുബുദ്ധി തന്നെയാണ്. ഈ നദീർ പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നുന്നു. ഞാനിനി ബാഡ്മിന്റൺ അസോസിയേഷൻ പോയാൽ എന്താണെന്ന് നോക്കുകയാണ്. കാരണം അത് നല്ല ഒരു പൈസ തരില്ല സാർ, ഒരു പൈസ. പിന്നെ നന്നാകണം എങ്ങനെയാണ്? ഇപ്പോഴത്തെ കുട്ടികൾ വന്നത് എങ്ങനെയാണെന്ന് അറിയാവാ? എഡിഡാസിന്റെ ഷർട്ടും ഇത് ഇട്ടിട്ടാണ്. മുമ്പ് കീറിയ തിരുപ്പൂരിന്ന് കൊണ്ടുവരും, അതും ട്രൗസറും 2 സോക്സിന് 2 സോക്സ്. അവൻ ഇന്റർനാഷണൽ കളിക്കാരനാണ്. ഇന്നാ ഇന്റർനാഷണൽ ഉണ്ടാ? ഇതൊക്കെ തന്നെ മാറ്റങ്ങൾ വന്നേക്കണ്. ഞാൻ ഒരു പരിധി പറഞ്ഞ ശരിയാണ്, അത് എതിർത്തിട്ടുണ്ട്. ഈ ആസാമിനും ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും ഇവിടുന്ന് വന്ന കടന്നുകയറ്റം 5% ഒരു 10-15% നമുക്ക് എഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അവരൊന്നും ഫുട്ബോൾ കളിക്കില്ല, അവരൊന്നും ഫുട്ബോൾ കളിക്കാനും അല്ല വന്നത്. അവര് നമ്മളെ കുട്ടികളെ ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് കവലയിൽ നിന്ന് നശിപ്പിച്ചെടുക്കും. അതിന് പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ കൂട്ടത്തോടെ ഇവിടുന്ന് മടങ്ങിയാൽ ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താ? ഞാൻ കൂട്ടത്തോടെ മടങ്ങണമെന്നൊന്നും പറഞ്ഞില്ല. മടങ്ങാൻ എവിടെ? കേരളം, തമിഴ്നാട്, വേറൊരു സ്റ്റേറ്റും കൂടി തൊഴിലാളികൾ എന്നാണ് അവർക്ക്. അതിഥി തൊഴിലാളികൾ, അതെ, അതിഥി തൊഴിലാളികളാണ്, സമ്മതിച്ചു. പക്ഷെ അവരെവിടെ പോവും? അവര് വിചാരിക്കണം ഞാൻ വേറെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഈ നാടിനോട് സ്നേഹം കാണിക്കണാണ്. ഇതിനകത്ത് പിന്നെ നമ്മള് നേരത്തെ വക്കീല് പറഞ്ഞ മാതിരി കുറച്ച് ശതമാനം ആളുകൾ ഇപ്പോൾ നമ്മൾ വിദേശത്ത് ജോലിക്ക് പോകുമ്പോൾ ഇപ്പോൾ വിദേശത്ത് ജോലിക്ക് പോകുന്നവരിലും ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട് നമ്മൾ. പക്ഷെ അവർ മൊത്തത്തിൽ അതിനെ നമ്മൾ ബാധിക്കുന്നില്ലല്ലോ എന്ന് കരുതി. ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ ഒരു സ്ഥാപനം പൂട്ടിപ്പോയി. ഇവർ ഒരുമിച്ച് എന്തോ ഉത്സവത്തിന് നാട്ടിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ ആ സ്ഥാപനം അവർ പറഞ്ഞവരെ പൂട്ടിയിട്ടു. എനിക്ക് റബ്ബർ ബിസിനസ് ആണ്. ഞാൻ ഇന്ന് ഈ മാർച്ച് മാസത്തിലെ ഒരു ലോഡ് എനിക്ക് പോയിട്ടില്ല. ഇവരെല്ലാരും കൂടി ഹോളിക്ക് പോയി. അത് സലാം പറഞ്ഞതുപോലെ അവരിവിടുന്ന് പോയാൽ കേരളം അതേമാതിരി സബ്സ്റ്റിറ്റ്യൂട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല. അല്ല, നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോകുന്നു, നമ്മുടെ കുട്ടികൾ അവിടെ ബാലവേല ചെയ്യാൻ. അല്ല, ഇവിടെ 18 വയസ്സ് കഴിഞ്ഞാല് സലാമ, ഇവിടെ 18 വയസ്സ് കഴിഞ്ഞാല് അവര് വിദേശത്തേക്കാണ്. അവര് അല്ല, ഈ കുട്ടികളുടെ കുറവ് എന്ന് പറഞ്ഞപ്പോ സാറും നേരത്തെ സ്കൂളിൽ വന്നു. അപ്പൊ നമുക്കറിയാം പണ്ടൊക്കെ ഓരോ വീട്ടില് 8, 10, 5, 6 ആണ്. ഇന്ന് 1, 2 അതിനപ്പുറത്തില്ല. ഇതിനനുസരിച്ചുകൊണ്ട് നമ്മളുടെ വിദ്യാഭ്യാസ അതില് അനുപാതത്തിലും ഇതുപോലെ അധ്യാപകർ നിശ്ചയിക്കുന്നതിലും കായിക മ്യൂസിക് ഇതിലൊക്കെ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റം വരേണ്ടതുണ്ട്. അപ്പൊ അതിലുകൂടി പരിഗണന വരണം. ഈ വക്കീലെ, ഇപ്പൊ ഈ നമ്മൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്യാമ്പയിൻ ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പല അഭിപ്രായങ്ങളും തേടി അത് നമ്മുടെ വാർത്തയിൽ ഇടയിൽ അവരുടെ സന്ദേശങ്ങൾ എന്ന രീതിയിൽ ഞങ്ങൾ നൽകി വരുന്നുണ്ട്. അവിടെ നിന്ന് ഉയർന്നു വന്നൊരു കാര്യമാണ്. അത് കേട്ടപ്പോൾ എനിക്കും തോന്നി അത് കൊള്ളാം, അത് ശരിയാണല്ലോ എന്നുള്ളൊരു തോന്നി. മറ്റൊന്നുമല്ല, ഈ ലഹരി കേസുകളിൽ പെടുന്നവരെ അവരുടെ കേസുകളിൽ ഇടപെടാൻ ബാർ അസോസിയേഷൻ തയ്യാറാകാതിരിക്കുന്നാൽ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് 1-2 പേരുടെ അവരുടെ സന്ദേശത്തിൽ പറഞ്ഞാണ്. പക്ഷേ അത് എങ്ങനെയാണ് അത് വക്കീൽ എന്ന രീതിയിൽ കാണുന്നത്? ഒരിക്കലും അത് പറയാൻ പറ്റില്ല. കാര്യം
ഈ പ്രതിയായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളുണ്ട്. സാധാരണ മൗലിക അവകാശം കൂടാതെ പ്രതികൾക്കുള്ള മൗലിക അവകാശമുണ്ട്. ഇന്ന് ഒരു വക്കീലിന് അഭിഭാഷകനെ വെക്കാൻ പണമില്ലെങ്കിൽ പോലും സൗജന്യമായി സർക്കാർ അവർക്ക് വക്കീലിനെ വെച്ച് കൊടുക്കുന്നു. കാര്യം അവന്റെ നീതി നിഷേധിക്കാൻ കഴിയില്ല. അവൻ അതിൽ യഥാർത്ഥത്തിൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കുറ്റകൃത്യം ഫാബ്രിക്കേറ്റഡ് ആണോ, തെളിയിക്കപ്പെട്ടാലോ അപ്പീലോ, അത് നമ്മുടെ നിയമത്തിന്റെ പരിധികളാണത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവസാനം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി മയക്കുമരുന്ന് കൈവശം വെച്ചാൽ അവന് ജാമ്യമില്ല. അതായത് ഉദാഹരണത്തിന് 10 ഗ്രാം MDMA കൈവശത്തിൽ നിന്ന് കിട്ടിയാൽ അവന് ജാമ്യമില്ല. ആ മിനിമം 1 കൊല്ലം കിടന്നാൽ മാത്രമേ അവൻ നിരപരാധിയാണെന്ന് പ്രഥമ ദൃഷ്ടിയ തോന്നിയാൽ മാത്രമേ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ അവകാശമുള്ളൂ. അത് ഈ സമീപകാലത്ത്. കൂടാതെ കരുതൽ തടങ്കൽ നിയമം 2 മയക്കുമരുന്ന് കേസിൽ അതായത് ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റി പോലും മതി. 2 മയക്കുമരുന്ന് കേസിൽ പ്രതിയായാൽ അവനെ പിടിച്ച് കരുതൽ തടങ്കിൽ 6 മാസത്തേക്ക് ഇടണം. അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന് പിന്നെ ഒരു കേസിൽ പെട്ടാൽ 1 കൊല്ലത്തേക്ക് കരുതൽ തടങ്കലായി. പിറ്റ് ആൻഡ് TPS ആക്ട് 1 കേസ് മതി, ഉപയോഗിച്ച 1 കേസ് മതി. അവിടെയും ഞങ്ങൾ എടുക്കുന്ന വാദം, ഒരു ഉപയോഗിക്കാനുള്ള കേസിന് NDPS നിയമപ്രകാരം 5000 രൂപ പിഴ അടച്ചാണ് കോടതി വിടുന്നത്. 5000 രൂപ പിഴ അടക്കാനുള്ള ഉപയോഗിക്കാനുള്ള കേസ് കിട്ടിയാൽ അത് പിറ്റ് ആൻഡ് TPS നിയമപ്രകാരം 1 കൊല്ലം കരുതൽ തടങ്കിൽ വെക്കുന്ന നിയമമാണ്. അപ്പൊ അവൻ ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ 5000 രൂപ പിഴ അടക്കുകയോ അല്ലെങ്കിൽ 6 മാസം കിടന്നാലോ അല്ലെങ്കിൽ പിഴ അടച്ച് കുറ്റമുക്തനാക്കാനുള്ള കുറ്റം ചെയ്താൽ പോലും അവനെ കരുതൽ തടങ്കലിൽ 1 കൊല്ലം ഇടുന്നത് നീതി നിഷേധമല്ലേ എന്നാണ് ഞങ്ങളുടെ വാദം. അപ്പോ എത്ര ശക്തമായ നിയമം ഉണ്ടായാലും അതിന്റെ പരിധികളിലൂടെ കടന്നു പോകുന്നതാണ്. നമുക്ക് നിയമം ഒബേ ചെയ്യാനുള്ളതാണ്. നമ്മളൊരു നിയമം വന്നാൽ അത് പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കാൻ പാടില്ല. എന്നാൽ എത്ര ആളുകൾ നമ്മൾ പോകുന്നു, കൂട്ടമായിട്ടുള്ള ആളുകൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ ഒരു ജാഥ പോകുമ്പോ പോലീസ് എത്ര ആളുകൾ ഉണ്ടെങ്കിലും അവർ സിഗരറ്റ് വലിക്കുന്നില്ലേ? കാര്യം അത് ഒബേ ചെയ്യേണ്ട ആളുകൾ നമ്മളാണ്. നിയമം ഇവിടെ ശക്തമാണ്, അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സംവിധാനവും ശക്തമാണ്. പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് കുറ്റകൃത്യം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു അഭിഭാഷകനെ വെക്കേണ്ടതായിട്ടുള്ള, അവന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതായിട്ടുള്ള ബാർ അസോസിയേഷൻ അത് ഏറ്റെടുത്താൽ അങ്ങനെ ഏറ്റെടുക്കുന്നവർക്കെതിരെ ബാർ കൗൺസിൽ നടപടിയെടുക്കും. കാര്യം അവന്റെ നീതി. ഇപ്പൊ കൊച്ചി കോടതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു വക്കീലിനെ ഒരാൾ ഉപദ്രവിച്ചു. ആ കേസിലെ കക്ഷി പ്രതി വക്കീലിനെ ഉപദ്രവിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തു, ആ പ്രതിക്ക് വേണ്ടി ആരും വക്കാലത്ത് എടുക്കരുത്. അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല. അങ്ങനെ തീരുമാനിച്ചത് ഭരണഘടന വിരുദ്ധമാണ്. അവർക്ക് അഭിപ്രായം പറയാം, ഞങ്ങൾ ആരും വക്കാലത്ത് എടുക്കുന്നില്ലെന്ന് അഭിപ്രായം പറയാം. അപ്പൊ അടുത്ത ജില്ലയിൽ നിന്ന് പോയി വക്കാലത്ത് എടുക്കാൻ അങ്ങനെ എല്ലാവരെയും എതിർക്കാൻ കഴിയില്ല. അപ്പൊ അവരുടെ ബന്ധു തന്നെ ഒരു വക്കീലുണ്ട്. ആ വക്കീൽ അപേക്ഷയായിട്ട് ചെന്നപ്പോ ആ വക്കീലിനെ തടഞ്ഞു. അപ്പോ ഒരു പ്രതിയായാൽ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഇപ്പോ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അപ്പൊ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തു, അവരെ കൊല്ലേണ്ടതാണ്. ഒരു ദന്ത ഡോക്ടറെ 7 മണിയായപ്പോ 2 വീലറും തള്ളിക്കൊണ്ടുവന്നു, 2 വീലർ പഞ്ചറാക്കി വെച്ചു. അവര് കാത്തു നിന്ന അവസരത്തിൽ കുട്ടികൾ വന്ന് അവരെ പൊക്കിക്കൊണ്ടുപോയി അവരെ റേപ്പ് ചെയ്ത് കൊന്നു. അവരെ പ്രതികളായി പിടിച്ച് കേസ് അന്വേഷിക്കുന്നതിന്റെ അവസരത്തിൽ അവരെ എൻകൗണ്ടറിൽ ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടതായി പറഞ്ഞു. അപ്പൊ പറഞ്ഞു നന്നായി, അവർക്ക് കൊടുത്തു ശിക്ഷ, പോലീസ് തന്നെ കൊടുത്തു. അങ്ങനെ ശിക്ഷ പോലീസ് തന്നെ കൊടുത്താൽ രാജ്യം ക്രമസമാധാന രീതിയിലോട്ട് പോകും. കാര്യം ആരെങ്കിലും ഒരാൾ നിരപരാധിയാണെങ്കിൽ അവന് നിരപരാധിത്വം തെളിയിക്കാൻ അവസരം കൊടുത്തില്ലെങ്കിൽ അവന് എൻകൗണ്ടറിൽ ഏറ്റുമുട്ടലിൽ അവനെ കൊലപ്പെടുത്തിയാൽ നാളെ നമുക്ക് ഇത് വരുമ്പോഴാണ്, നമ്മളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വരുമ്പോഴാണ് അവൻ ചെയ്തിട്ടില്ലല്ലോ, അവൻ ചെയ്യില്ലല്ലോ, അവന് നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം കൊടുത്തില്ലല്ലോ. അപ്പൊ പോലീസ് രാജിലോട്ട് വന്നാൽ ഇത് നാളെ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അവനെ നിയമ സംവിധാനത്തിൽ അവനെ വിസ്തരിക്കാനും അവനെ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് അവന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോണം. അത് പൊതുസമൂഹത്തിൽ നിന്ന് അങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് അറിവില്ലായ്മയുടെയാണ്. അത് അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ സമീപിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്താണ് പിന്നെ ഈ ബാലാവകാശ കമ്മീഷന്റെ പല വശങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടുന്ന പിന്നെ സാഹചര്യമല്ല. കുട്ടികൾ തന്നെ ഞാൻ ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കും എന്ന് രക്ഷകർത്താക്കളോടും അധ്യാപകരോടും പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവിച്ച അധ്യാപകരും ഉണ്ട് എന്നുള്ളതാണ്. ബാലാവകാശ കമ്മീഷനിൽ വരുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഹൈക്കോടതി തന്നെ പറഞ്ഞു അധ്യാപകർക്ക് വടിയെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം എന്നുള്ളത്. വടിയെടുത്തിട്ട് തല്ലുക എന്നുള്ളതല്ല പ്രശ്നം. വടി എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീകമാണ്. ആ പ്രതീകം ഇല്ലാതായി പോയതാണ് ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങൾക്ക് കൂടുതൽ വരാൻ കാരണമെന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. അധ്യാപകൻ എന്ന രീതിയിൽ എന്താ പറയുക?
അല്ല, ഇതിലിപ്പോ ഈ പറഞ്ഞ പോലെ നിയമങ്ങൾ നേരത്തെയും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിപ്പോ ഇവർക്ക് കൂടുതൽ അറിയാനായി. ഇപ്പോഴത്തെ നമ്മളുടെ മൊത്തത്തിൽ ലോകത്തെയും നമ്മളെയൊക്കെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകുടുംബം, ധാർമ്മികത, മത അങ്ങനെയുള്ളതൊക്കെ മാറി ഇന്ന് കുട്ടികളെ കൂടുതൽ ചിന്തിച്ചുകൊണ്ട് ലിബറലിസമാണ്. ഞാൻ സ്വയം ഉണ്ടായതാണ്, എനിക്ക് മാതാപിതാക്കളോട് സമൂഹത്തോട് ആരോടുമില്ല, എൻ്റെ ജീവിതം അത് എൻജോയ് ചെയ്യാനുള്ള, അതിൽ ആരും തടസ്സമാകാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഉള്ളത്. അതോടൊപ്പം അവർക്ക് ഇത്തരം നിയമങ്ങളും അറിയുന്നു എന്നതാണ് ഈ പ്രശ്നം. അപ്പം ഈ ഒരു കുട്ടികളുടെ ഈ എന്തെങ്കിലും ധാർമ്മികതയോ ഈ സാമൂഹ്യ പ്രതിബദ്ധതയോ ജീവിതം എന്നത് അക്കൗണ്ടബിൾ ആണ്, റെസ്പോൺസിബിൾ ആണ് എന്നൊരു ഇത് കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാകണം. അതില്ലാത്തിടത്തോളം അവർക്ക് അച്ഛനില്ല, അമ്മയില്ല, അധ്യാപകരില്ല, ആർക്കെതിരെയും അവർ എന്തും ഉപയോഗിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഇവിടെ സാറ് നേരത്തെ പറഞ്ഞ പോലെ കൊന്നാൽ പോലും ചെറിയ കുട്ടികളതില്ല എന്ന്, അതാണിപ്പോൾ ലഹരി മാഫിയ ഉപയോഗിച്ചു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ UP തലത്തിലുള്ള പെൺകുട്ടികളെയൊക്കെയാണ് കാരിയർമാരായിട്ട് ഉപയോഗിക്കുന്നതാണ് ധാരാളമായിട്ട്. അപ്പോൾ എല്ലാത്തിലും രക്ഷപ്പെടും. മാത്രമല്ല ഒരിക്കലും ഈ കാരിയർമാർക്ക് അപ്പുറത്ത് യഥാർത്ഥ സ്രോതസ്സിലേക്ക് എത്തുന്നില്ല. അതിന് പലപ്പോഴും ഇതിൻ്റെ പുറകിൽ നടന്നവരൊക്കെ പറയുന്നത് അതിൽ ഈ നിയമവ്യവസ്ഥയും പോലീസും പോലും അത്തരം ആളുകൾക്ക് സപ്പോർട്ടുണ്ട് എന്നാണ്. ഈ മേഖലയിൽ പ്രവർത്തിച്ച നിഷ്പക്ഷരായ നിസ്വാർത്ഥരായ ആളുകൾക്ക്, നമ്മളൊക്കെ പോലും ഇങ്ങനെയൊക്കെ നമ്പറിട്ട് വിളിക്കാൻ പറഞ്ഞാൽ പോലും എന്തെങ്കിലും കൊടുത്താൽ അപ്പുറത്ത് പണി വേറെ വരുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതെ, അതും ഒരു ഭയമുണ്ട്. ഇപ്പൊ അധ്യാപകരാണെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെയൊക്കെ നമ്പർ ഒന്നും ഇതൊക്കെ തന്നു ശരിയാണെന്ന് പറഞ്ഞാലും എത്ര അനുഭവം തിരിച്ചാണ് ഉള്ളത്. അതുപോലത്തെ പൊതുപ്രവർത്തകരും ഇങ്ങനെ നടന്നവർക്കൊക്കെ അത്തരം അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഇപ്പൊ കളമശ്ശേരിയില് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു, കത്ത് പുറത്തു വന്നു. ആര് പ്രിൻസിപ്പളിന് കത്ത് പുറത്തു വന്നു. ശരിക്കും നമ്മളൊരു ഒരു ഒരു രഹസ്യവിവരം കൊടുക്കുമ്പോൾ അത് പുറത്തു വരാൻ പാടില്ല എന്നുള്ളതാണ് പുറത്ത്. പക്ഷെ എല്ലാ മാധ്യമങ്ങളിലും അത് കാണിച്ചു, പ്രിൻസിപ്പളിന്റെ കത്ത്. ഇതെങ്ങനെ പുറത്തു വന്നു? അതാണ് ഇതിന്റെ സംവിധാനത്തിന്റെ പോരായ്മ. ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണല്ലോ അതങ്ങനെ. ഇത് എത്ര നിയമം ഉണ്ടായിട്ടില്ല, ആ നിയമം അനുസരിക്കാനുള്ള മനുഷ്യന്റെ മനസ്സ് പാകപ്പെടണം. ഇപ്പോൾ മുസ്ലിം സമൂഹം റംസാൻ നോമ്പിലാണ്. ആ റംസാൻ നോമ്പിന് തൊട്ടു മുമ്പ് പറയുന്നത് കൊന്നവനെ കൊല്ലുക എന്നൊരു നിയമത്തെക്കുറിച്ചാണ് പ്രതി. അതിലാണ് മനുഷ്യ സമൂഹത്തിന്റെ സുരക്ഷിതത്വവും നിർഭയത്വവും ജീവനും ഉള്ളത് എന്നാണ്. എന്നിട്ട് അതിനാണ് പരുവപ്പെടുത്താൻ വേണ്ടിയാണ് മനുഷ്യൻ ആത്മീയതയിലേക്ക് വളർത്തുന്ന നോമ്പിനെ കുറിച്ച് പിന്നീട് പഠിപ്പിക്കുന്നത്. അപ്പോൾ എത്ര നിയമം ഉണ്ടായിട്ടും കാര്യമില്ല, ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യ സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരണം. അതിന് നമ്മളുടെ സിനിമ ആയാലും സോഷ്യലിസം ആയാലും ഇത് സാഹിത്യമായാലും ഒക്കെ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന നവ ലിബറൽ ആവശ്യം മാത്രമല്ല, നമുക്കറിയാലോ എവിടെയാണ് എത്തി, എനിക്ക് പട്ടിയാകാം, എനിക്ക് പൂച്ചയാകാം, എനിക്ക് തോന്നുന്നതാവാം എന്നിടത്തേക്കാണ്. അങ്ങനെയൊക്കെ ലോകത്ത് വലിയ കോടീശ്വരൻ പട്ടിയായി ഇപ്പൊ തിരിച്ചു പോകുന്ന അങ്ങനത്തെ ഇതിലൊക്കെയാണ് ഇന്ന് ഇതുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഇതിനൊക്കെ നമ്മളൊരു തിരിച്ചു പിടിക്കൽ, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന ഒരു പഴമയിലേക്കും ഒരു ധാർമ്മികതയിലേക്കും ഈ പ്രപഞ്ചത്തിന്റെ താളത്തിലേക്കൊക്കെ തിരിച്ചുപോക്കിലൂടെ മാത്രമേ ഇതിനൊക്കെ ഒരു രക്ഷ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ പല ബോധവൽക്കരണത്തിനൊക്കെ വലിയ തുകയൊക്കെ ചെലവഴിക്കുന്നുണ്ടല്ലോ. ബോധവൽക്കരണം നടത്തേണ്ടത് പിന്നെ ഏത് വിഭാഗമാണ്, പിന്നെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തെ അതിനുവേണ്ടി വിടുക എന്നുള്ള ചർച്ചയൊക്കെ നടന്നു വരികയാണ്. ഈ പണം ഉപയോഗിച്ചിട്ട് ഒരുപക്ഷെ ഈ സ്കൂൾ തലത്തിൽ ഈ സ്പോർട്സിന് കൂടുതൽ അംഗീകാരം കൊടുക്കാമായിരുന്നു അല്ലേ? കൂടുതൽ കൊടുക്കണമെന്നല്ല, കൊടുത്തിരിക്കണം. കാരണം സ്കൂൾ തലത്തിൽ നിന്ന് തുടങ്ങിയാലേ ഇത് ഇന്നൊരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. സ്പോർട്സിന് കൊടുക്കണം. സ്പോർട്സിന് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവൻ 4 വയസ്സ് മുതൽ ആ ടീച്ചറും അവനുമായിട്ട് അവൻ വളർന്നു വന്നത് ടീച്ചർമാർക്ക് അറിയാൻ പറ്റും. ചില ടീച്ചർമാർക്ക് കുട്ടികളെ കണ്ട് ടാലൻ്റ് അറിയാൻ പറ്റും. അവൻ്റെ നടത്തം, അവൻ്റെ പോക്ക്. ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ടാലൻ്റ് ആവോ ഇല്ലേ എന്നുള്ളത് അധ്യാപകൻ പറയും. അച്ഛനമ്മമാരല്ല പറയണത്, അധ്യാപകൻ പറയും അവൻ കൊള്ളാട്ടാ, അവൻ പഠിക്കും. ആരാണ് ഐഡൻറ്റിഫൈ ചെയ്യണത്? അവൻ്റെ ടീച്ചറാണ്. ആ വിദ്യാലയങ്ങൾക്ക് അതിനുള്ളത് കൊടുത്തില്ലേ പിന്നെ എവിടെ ഇട്ട് കൊടുക്കാനാണ് ഞങ്ങൾ? ആ ടാലൻ്റ് ഉള്ള കുട്ടി ഇപ്പം 4ാം ക്ലാസ്സിലുള്ള നീ കൊള്ളാടാ, നീ കളിച്ച് കഴിഞ്ഞാൽ ശരിയാവും. ആ കുട്ടിയുടെ മനസ്സ് ചേഞ്ച് ആകണേണ്. അപ്പം അവൻ ഓട്ടോ ടീച്ചർ ഇങ്ങനെ പറഞ്ഞല്ല, നമുക്ക് അങ്ങനെ അവൻ വലിയ കളിക്കാരനാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇപ്പോൾ സാറ് പറഞ്ഞു ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ പാടില്ല ഇവർക്കൊക്കെ.
ഇല്ലേ? കേരളത്തിൽ എന്ത് നിയമമാണ്? എല്ലാ എന്ത് സാറേ കണ്ടൊരു സൈക്കിളില അവര് വർത്താനം പറയണതില്ലേ? പണ്ടൊക്കെ മുറുക്കാൻ നിന്ന് കാരണവന്മാരിരുന്ന് കഴിഞ്ഞാൽ ഒരു സ്മെല്ലുണ്ടാവില്ല. ഇവന്മാരൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു മൈലകത്ത് നിന്നിട്ട് വേണം സംസാരിക്കാൻ. ആ ഗുടുക്കേ വെച്ചോളൂ, ആ ഇത് വെച്ചിട്ട് എന്തൊക്കെയാണ് കാണിക്കണേ ഇവര്. പക്ഷെ ഞങ്ങൾ കുറ്റം പറയുന്നുണ്ട്. ഈ പറഞ്ഞ അവര് പോയാൽ നിശ്ചലവും ശരിയാണ്. എന്താ പറയാ, ഇപ്പൊ നമ്മൾ നേരത്തെ ഇപ്പോൾ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ബാലകമ്മയുടെയും പിള്ളേരുടെയും നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ അമിതമായിട്ടുള്ള ട്യൂഷൻ നമ്പർ 1. അത്രയും സമയം അവർക്ക് കുറച്ച് സമയം കൂടി കളിക്കാൻ കൊടുത്താൽ നന്നായിട്ട് അവർ കളിച്ച് നല്ല വിയർത്ത് ടയർഡായി വീട്ടിൽ വന്ന് ഫ്രഷായിട്ട് പഠിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ കൊടുക്കുന്ന 100% ബ്രെയിൻ ഉപയോഗിക്കേണ്ട അവർക്ക് ഒരു 30% ബ്രെയിൻ ഉപയോഗിച്ചാൽ പെട്ടെന്ന് നന്നായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. നമ്പർ 1 കാര്യം. പിന്നെ നമ്മളെ കൂട്ടുകുടുംബം അത് ഈ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി പ്രധാന ഒരു വിഷയം തന്നെയാണ്. കാരണം നമ്മൾ സമയത്ത് വരുന്ന കുട്ടികൾ ആ സമയത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകുടുംബമായിട്ടിരിക്കുന്നത് എന്തേ പിന്നെ മകൻ വന്നില്ല, അവൾ വന്നില്ല, നമ്മൾ അന്വേഷിക്കും ഒരു കൂട്ടുകുടുംബമായിട്ടിരിക്കുമ്പോൾ. അതേ സമയത്ത് മറ്റേ അവൻ വന്നോളും, 10 മണി വരും വന്നോളും, കുഴപ്പമില്ല, ഫോണുണ്ടല്ലോ, വിളിച്ചു ചോദിക്കുമ്പോൾ എവിടെയെങ്കിലും പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ പള്ളിയിലാണെന്ന് പറയും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് പറയുള്ളൂ. കളവ് പറയുമ്പോൾ ഇത് സാധനമാണ് മൊബൈൽ ഫോണ്. അതേ സമയത്ത് നമുക്ക് നിശ്ചിത സമയം വെച്ചിട്ട് അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വിളിച്ച് അന്വേഷിക്കുക. ഇപ്പം നമ്മളിപ്പോൾ എവിടെയും അന്വേഷിക്കുക. ഇത് അതല്ല, വിളിക്കുമ്പോൾ അവർ വേറെ സ്ഥലത്തായിരിക്കും. പറയില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട്, ഞാൻ ഇപ്പോൾ വന്നോളാം, ഞങ്ങൾ ഒരു ഡിന്നറിലിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂട്ടുകുടുംബം ഇത് പിന്നെ ഒറ്റപ്പെട്ട് പോകുമ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചു പോണത്. അണുകുടുംബമായി പോകും തോറും നമ്മളെ കുട്ടികൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോണ സംഭവവാസമുള്ളൂ. ഇപ്പോൾ കാരണവന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് നോക്കും പിള്ളേർ പരമാറ്റുള്ളൂ എന്താണ്, കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടോ, ആ സമയത്ത് പഠിക്കുന്നുണ്ടോ, ഇതെല്ലാം ഒരാളുണ്ടാവും നോക്കാനാണ്. ഇന്നതില്ല. പിന്നെ ഫാദറാണെങ്കിൽ തിരക്ക്, മദറാണെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കിലാണ്, അല്ലെങ്കിൽ സീരിയൽ കാണുന്ന തിരക്കിലാണ്, ഇതിലാണ്. പിള്ളേരെ ശ്രദ്ധിക്കാൻ സമയമില്ല. അങ്ങനെ ഒരു വഴിത്തിരിവ് ഏറെ പോകുന്നുണ്ട്. അടുത്തൊരു പ്രശ്നം കൂടി വരാൻ പോകുന്നുണ്ട്. ഈ അച്ഛനമ്മമാരെ കൊണ്ടായിട്ട് ഈ അനാഥാലയത്തിൽ കൊണ്ട് ചേർക്കണ ഇടപാട് അത് കുറെ കൂടുന്നുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടികളെ നേരാൻ വണ്ണം കൊണ്ടുവന്നെങ്കിൽ നമുക്ക് പഴയ കുടുംബ വ്യവസ്ഥയിലോട്ട് ഇനി പോകുക എന്നുള്ളത് അപ്രാപ്യമാണ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെ അത് ഏത് ഏജാന്ന് പറഞ്ഞാൽ 3 സ്റ്റേജിലെ കുട്ടികളാണ്. ഒന്ന് 4 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെ, 12 വയസ്സ് തുടങ്ങി 18 വയസ്സ് വരെ. അപ്പം ആ സ്റ്റേജിൽ വരുമ്പോൾ ഇപ്പോൾ 1 തുടങ്ങി ഒരു 4 വയസ്സ് വരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ആ ഏജ് തന്നെയാണ് കുട്ടികൾ 12 വയസ്സ് കഴിഞ്ഞ് 17-16 വയസ്സിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പൊ ആ ഏജ് അല്ല ഇവരെ പേടിക്കേണ്ടത്. ഇവരെ പേടിക്കേണ്ട ഏജ് ഒരു 4-5 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെയുള്ള ഇവരെ ഒബ്സർവേഷൻ കപ്പാസിറ്റിയിലാണ്. ആ ഒബ്സർവേഷൻ കപ്പാസിറ്റിയിൽ ഇവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കുട്ടികളുമായി നീ മണ്ടനാടാ, നീ പഠിക്കൂലടാ എന്ന് പാരന്റ്സിന്റെ ഇടപെടൽ, സമൂഹത്തിന്റെ ഇടപെടൽ, അവര് പിന്നെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ പാരന്റ്സ് അറിഞ്ഞോ അറിയാതെയോ ബന്ധുക്കളോ അവരിൽ ബാല്യകാലങ്ങളിൽ ഉണ്ടാകുന്ന ശീലം ഒഴിവാക്കാൻ പറ്റാത്ത അത്യാവശ്യം സിഗരറ്റ് വലിയോ മദ്യപാനമോ ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചെയ്താൽ ആ കുട്ടികൾ അത് ഒബ്സർവ് ചെയ്യും. അപ്പൊ അവരെല്ലാവരും അച്ഛന്റെ മോഡലാണ് അല്ലെ അമ്മയുടെ മോഡലാണ്. ആ മോഡലിൽ ആ ഏജുള്ള കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ അവര് മരിക്കുന്നവരെ, അതാണ് ചൊട്ടയിലെ ശീലം. രണ്ടാമത്തെ 3rd സ്റ്റേജിലോട്ട് പോകരുത്. 3rd സ്റ്റേജും 1st സ്റ്റേജും സെയിമാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന സ്റ്റേജാണ്. അതൊന്നും ആ ബ്രെയിൻ ഫ്ലോട്ടിംഗ് പേപ്പർ പോലെ ഒബ്സർവ് ചെയ്യണ സമയം നമ്മൾ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് അവരോടൊപ്പം ഒരു നേരം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം ഇടപഴകി അവരിലൊരാളായി അവർക്ക് പണം കൂടുതൽ ചെലവഴിക്കുന്നതല്ല, അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ച് അവരെ നമ്മളാക്കി മാറ്റിയാൽ നമുക്ക് അവരെ സമൂഹത്തിൽ വാർത്തെടുക്കാൻ കഴിയും. അതാണ് ഇതിനുള്ള ഒരേ ഒരു മാർഗം. അതിനോടൊപ്പം തന്നെ എല്ലാ സ്കൂളുകളിലും കായിക അധ്യാപകരും കായിക വിദ്യാഭ്യാസവും നിർബന്ധമായും കൊടുക്കണം. മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ ഈ 2 പ്രക്രിയകൾ ചെയ്ത് നമ്മുടെ ഭരണ സംവിധാനവും ശക്തമായി പോലീസിന്റെ ജാഗ്രതയുള്ള പ്രവർത്തനവും കൂടി ആയാൽ ഈ സംവിധാനത്തിൽ ഒരു 10%, 5% വഴിതെറ്റിപ്പോയ കുട്ടികളിൽ നിന്ന് 10% നേരാമണ്ണം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ തലത്തിലും കൂടി കടന്നുപോയ ചർച്ചയാണ്. അവിടെ നമ്മുടെ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ ഈ ചർച്ചയിൽ വന്നു കഴിഞ്ഞു. എല്ലാവരും നന്നായി ചർച്ച ചെയ്തു. തീർച്ചയായും ഇതെല്ലാം പരിഹരിക്കപ്പെടും, ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം.
ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.